സോ എല്ലാവർക്കും എസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണിനി. എസ്പെഷ്യലി ടുഡേ, ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ, 3 ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കോൺസെപ്റ്റ്സിലൂടെയും പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങൾ. കോൺഫിഡൻറ്റോടെ മുന്നോട്ട് പോവുക. കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഒത്തിരി ടെൻഷൻ അത് ഒഴിവാക്കുക പർപ്പസ്ഫുള്ളായിട്ട്. അതോടൊപ്പം തന്നെ 100% ടോപ്പിക്കിലേക്കും ഒന്ന് റിവിഷൻ നടത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ കീം എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങളുടെ മുന്നിൽ ഓർമ്മയിൽ വെച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട 72 ക്വസ്റ്റ്യൻസ് നമ്മുടെ 2020 എക്സാം പാറ്റേണുമായിട്ട് യോജിച്ചു വരുന്ന, പക്ഷേ 2021 നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള 2016 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ ഈ ക്ലാസ്സസിലൂടെ കിട്ടുക. അതിനു മുന്നേ നമ്മൾ ഈ വരുന്ന പരീക്ഷയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. 2 പേപ്പറുകളായിട്ട് 960 മാർക്കിനുള്ള എക്സാമിനേഷനാണ്. അത് പേപ്പർ 1 ആണ് നമ്മുടെ ഫിസിക്സിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. നിങ്ങൾ എടുക്കേണ്ട സ്ട്രാറ്റജി അതാണ് ആദ്യം നിങ്ങളോട് പറയുന്നത്. നമുക്ക് 150 മിനിറ്റ്സ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എത്ര സമയമാണ് നമുക്ക് ഫിസിക്സിന് വേണ്ടി അലോട്ട് ചെയ്യാൻ പറ്റുക, കെമിസ്ട്രിക്ക് വേണ്ടി അലോട്ട് ചെയ്യാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 72 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഫിസിക്സിനുള്ളത്, കെമിസ്ട്രിക്ക് 48. അപ്പോൾ 150 മിനിറ്റിൽ നമ്മുടെ ഫിസിക്സിന് വേണ്ടി 90 മിനിറ്റ് ആണ് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന യഥാർത്ഥത്തിലുള്ള കണക്കെന്ന് പറയുന്നത്. കെമിസ്ട്രിക്ക് അത് 60 മിനിറ്റ്. കാരണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി 1.25 മിനിറ്റ് മാത്രമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ മാക്സിമം അറ്റംപ്റ്റ് വരുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹാവ് ടു ടേക്ക് 10 മിനിറ്റ്സ് ഫ്രം കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് 50 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. എന്നിട്ട് ആ 10 മിനിറ്റ്സ് നമുക്ക് ഫിസിക്സിന് കൂടെ ചേർത്താൽ 100 മിനിറ്റ്സ് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഫിസിക്സിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 1.4 മിനിറ്റോളം നമുക്ക് ഒരു ക്വസ്റ്റ്യന് കൊടുക്കുകയുമാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അറ്റംപ്റ്റ് ഫിസിക്സിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പേപ്പർ 1 നിങ്ങൾ എടുക്കേണ്ട സ്ട്രാറ്റജി, ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കെമിസ്ട്രി സബ്ജക്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്സിലേക്ക് വരിക. വിത്ത് എ വെരി ഇമ്പോർട്ടൻറ്റ് മാനർ, സിമ്പിൾ ടു കോംപ്ലക്സ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ, അത് ഫിസിക്സ് സബ്ജക്റ്റിലായിക്കൊള്ളട്ടെ, കെമിസ്ട്രി സബ്ജക്റ്റിലായിക്കൊള്ളട്ടെ, മാത്തമെറ്റിക്സിലായിക്കൊള്ളട്ടെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ടഫാണ്, ലെങ്തിയാണ് എന്ന് വിചാരിച്ച് ഒന്നിൽ തന്നെ തുടങ്ങണമെന്നുള്ള സ്ട്രാറ്റജി, ഇതൊരു കോമ്പറ്റീഷനാണ്. എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിലേ തുടങ്ങൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പാലിക്കേണ്ട. പകരം go ahead with easy questions at first, then to the ടഫ് ആയിട്ടുള്ള ലെങ്തി ക്വസ്റ്റ്യൻസ്. ഒരു റൗണ്ട് സിമ്പിൾ എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് തിരിച്ചു പോകാം. റഫ് വർക്കിനുള്ള സ്പേസ് ഒരു 18 മുതൽ 20 പേപ്പർ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അവിടെ തന്നെ നിങ്ങൾക്ക് കൃത്യതയോടെ ക്വസ്റ്റ്യൻസ് എഴുതുവാൻ, റഫ് വർക്ക് ചെയ്യുവാനുള്ള സ്പേസ് അവിടെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഒരു വിഷയവും അവിടെയില്ല. പക്ഷെ റഫ് വർക്ക് ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടെ, കൃത്യ കൺസെപ്റ്റിൽ നിങ്ങളത് ഉപയോഗിക്കുക. കാരണം ഏതെങ്കിലും വിധേന തിരിച്ചു വന്നു കഴിയുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് എവിടെ തെറ്റിയതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വഴി കൂടെ ഉണ്ടാവും. അതുകൊണ്ട് റഫ് വർക്ക് ചെയ്യുമ്പോൾ കൃത്യതയോടെ അത് നോക്കി ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ എല്ലാ കീം ആസ്പിരൻസിനും എസ് ഫിസിക്സ് ക്ലാസിന്റെ ബെസ്റ്റ് വിഷസ്, പ്രേയേഴ്സ്. ഗോ അഹെഡ് വിത്ത് നല്ല കോൺഫിഡൻസോടെ മുന്നോട്ട് പോയിക്കൊള്ളൂ. ഈശ്വരൻ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ്,
are done a very good job for the last few years. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾ വെയിറ്റഡ് ആണ്. ഹാപ്പിയോടെ പരീക്ഷയ്ക്ക് പോകും. 2016 ക്വസ്റ്റ്യനും 2020 ക്വസ്റ്റ്യനും ഒരേ പാറ്റേണിലുള്ള ഒരേ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് നമ്മുടെ ടോപ്പിക് വൈസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടിൽ കമ്മ്യൂണിക്കേഷൻ വരെ ഒരേ ഓർഡറിൽ ആ 2016 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് വൺ ബൈ ആയിട്ട്. അപ്പൊ ഇതിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് നമ്മുടെ ഈ വിഷ്വലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മുന്നോട്ട് പോയിക്കോളൂ. ഓരോ ക്വസ്റ്റ്യനും അതിൽ നിങ്ങൾക്ക് എന്താണ് ആൻസർ എന്നുള്ളത് ചെയ്യും. എന്നിട്ട് എന്റെ ആ ഡിസ്കഷനും കൂടെ കണ്ട് ഉറപ്പ് വരുത്തിക്കോളൂ. തെറ്റ് സംഭവിച്ചത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. ആ പേപ്പറിലും പേനയിലും 1, 2, 3 എന്നിട്ട് 72ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എത്ര ശരിയായി എന്നുള്ളത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ടോപ്പിക്കിലേക്കും പോയോ എന്നുള്ളത് പെർഫെക്ഷനിൽ നമുക്ക് മനസ്സിലാവും. സോ വി ക്യാൻ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, the voltage and current in a conductor are measured as, so that voltage is given as V is equal to 100 plus or minus 4 volt, and the current that is given as is equal to 5 plus or minus 0.2 ampere. Then the percentage of error in the calculation of resistance is. പെർസെൻറ്റേജ് ഓഫ് എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ആസ്പെക്ട്സുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യത്തേത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇവിടെ നോക്കൂ, നമുക്ക് വി എന്ന് പറയുന്നത് I/R ആയിട്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ V/I എന്നൊരു ആസ്പെക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതേപോലെ എറേഴ്സ് കമ്പൈൻ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 2 ഷോർട്ട് കട്ട്സുകൾ എപ്പോഴും ഓർമ്മയുണ്ടാകണം. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ എപ്പോഴും ഓർക്കണേ, ഇൻഡിവിജ്വലിന്റെ ഫ്രാക്ഷണൽ എറേഴ്സ് ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തു വരേണ്ട ഒരു കാര്യം, ഈ അഡിഷൻ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് R1 plus R2 എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈച്ച് അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് പറയുന്നത് ആഡ് ചെയ്യപ്പെടണം. ഇത് വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഡിവിഷൻ ആണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നിന്റെയും ഫ്രാക്ഷണൽ എറേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്താം. So delta R by R എന്ന് പറയുന്നത് we can write it to be delta V by V plus delta I by I. ഇത് പ്രകാരം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പെർസെൻറ്റേജ് ഓഫ് എററിലേക്ക് മാറാൻ പറ്റും. ഒരു കാര്യം ഓർക്കണേ, ഈ ഡിനോമിനേറ്ററിലാണെങ്കിലും കണ്ടുപിടിക്കേണ്ടത് പോസിറ്റീവ് എറർ ആണെങ്കിൽ നമ്മൾ എറേഴ്സ് ആഡ് ചെയ്യുകയാണ് പതിവ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ തന്നിരിക്കുന്നതിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആക്ച്വലി ഇത് തന്നിരിക്കുന്നത് നമ്മളുടെ ട്രൂ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ പ്ലസ് അബ്സല്യൂട്ട് എറർ ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് എ യൂണിറ്റ്. ഇതാണ് അതിന്റെ നോർമൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് I പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ I ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് വേണ്ടത് ഡെൽറ്റ B/V ആണ്. Yes, very good. You are on the way. You got the answer. Very good. So what is the absolute error for potential here? That is equal to 4 division by the true value, that is 100. So that much into 100% plus what is the delta I here? It is nothing but equal to 0.2, that division by that true value for the current as 5 into 100%. So that is equal to, see that 100 cancel, become 4% plus. So 5 say 110, it becomes a 2. It becomes a 2 into 2 as equal to 4, and you get the answer as 8%. So we get the first choice A as the answer. Yes, you are doing very good. കുഞ്ഞുങ്ങളെ, എററുമായിട്ട് ബന്ധപ്പെട്ട്
നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഫോർ ദി കമ്മിങ് എൻട്രൻസ് എക്സാം. അതിനുള്ളിൽ ഈ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങൾ കാണാൻ മറക്കരുത്. സ്ക്രൂ ഗേജ്, വെർനിയർ, അതിന്റെ ലീസ്റ്റ് കൗണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്ട്സുകൾ. യു ക്യാൻ വെയിറ്റ് 100% അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നത് ഡൈമെൻഷണൽ അനാലിസിസ് എന്നുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് പല ക്വാണ്ടിറ്റികളുടെ ഡൈമെൻഷണൽ അനാലിസിസ് അറിയാൻ പറ്റും. ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ദിസ് വൺ. പക്ഷെ ഇതുമായിട്ട് ഹയർ ലെവലായിട്ടുള്ള ചില കോൺസെപ്റ്റ്സുകൾ അത് നമ്മുടെ റിവിഷൻ ഷെഡ്യൂളിൽ നമ്മൾ അത് കൃത്യമായിട്ട് ഡീൽ ചെയ്തതാണ്. സോ വി ക്യാൻ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 2. The set of physical quantities among the following which are dimensionally different. ഡിഫറൻറ്റ് പെയർ ആണ് നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ കൃത്യതയോടെ. സാധാരണ ഗുഡ് റാങ്കേഴ്സ് അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യതയോടെ, എസ്പെഷ്യലി ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ റോങ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി, വെലോസിറ്റി, എല്ലാത്തിനും വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണ്. സോ അതല്ല നമ്മുടെ ആൻസർ. കാരണം ഡിഫറൻറ്റ് പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഡൺ, കൈനറ്റിക് എനർജി, എല്ലാത്തിനും എനർജിയുടെ ഡയമെൻഷൻ തന്നെയാണ്. അതുവുമല്ല നമുക്ക് വേണ്ടത് ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. പ്രഷർ, പ്രഷർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തതയോടെ അറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ഡിവിഷൻ ബൈ ഏരിയ. അതും സെയിം ആയി മാറി. എന്താണ് റിജിഡിറ്റി മോഡുലസ്? മറക്കരുത്, നമ്മളുടെ ഹൂക്സ് നിയമപ്രകാരം പറയുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നൊരു ആസ്പെക്ട് ആണ്. അവിടെ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ കോയിഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരിക. അത് നമ്മളുടെ ഷിയറിംഗ് സ്ട്രെസ് കറസ്പോണ്ടിങ് ഡിവിഷൻ ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്നൊരു ആസ്പെക്ട്സ് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അവിടെ സംഭവിക്കുന്നത് റിജിഡിറ്റി മോഡുലസ്. എന്നിരുന്നാലും അവിടുത്തെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ് നമ്മുടെ റിജിഡിറ്റി മോഡുലസ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആയിട്ട് മാറുമ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, സെയിം കോൺഫിഗറേഷൻ, ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ. അത് യങ്സ് മോഡുലസ് എന്ന് പറയുന്ന ടേം വരുമ്പോൾ നിങ്ങൾക്കറിയാം, കറസ്പോണ്ടിംഗ്ലി ദാറ്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ. വോളിയം സ്ട്രെയിൻ വരുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ വി ബൈ വി. അതേപോലെ നമ്മുടെ റിജിഡിറ്റിയുടെ കേസ് വരുന്ന സമയത്ത് നമുക്ക് പറയാം ദാറ്റ് ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് അവിടെ വരുന്നത്, അവന് ഡയമെൻഷൻ ഇല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈറ്റയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് പ്രഷറിന്റെ ഡയമെൻഷന് സെയിം ആകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് വീണ്ടും ക്ലിയർ ആകും, അവൻ അല്ല ആൻസർ. എന്താണ് ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, സാധാരണ ലാംഡ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അത് 0.693 ഡിവിഷൻ ബൈ നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡ് ആണ്. ഇക്വേഷൻ ഓർത്തിരിക്കുക, മോഡേൺ ഫിസിക്സിൽ എന്നാണ്. അപ്പോൾ 1/t ആണ് അവന്റെ ഡയമെൻഷൻ ആയിട്ട് വരുന്നത്, t⁻⁻1. അത് തന്നെയല്ലേ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി 2π/t വരുമ്പോൾ അവനും അത് തന്നെയാണ്. ഉറപ്പിക്കാം, നമ്മുടെ ആൻസർ ഇ ആയിരിക്കണം. നോക്കൂ, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അത് ഇ ഡോട്ട് എ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്, എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോയ്സ് ക്യാപിറ്റൽ ഇ ആയിട്ട് മാറി. യെസ്, വെരി ഗുഡ്. യെസ് യെസ്, that is very important one. So we can move with the next one. Look, number 3. The graph which cannot possibly represent one-dimensional motion. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട നമ്മുടെ കൈനമാറ്റിക് റിലേഷൻസിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വ്യക്തതയോടെ വരാം. അത് സാധാരണ രൂപത്തിൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റോ ഡിസ്റ്റൻസോ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ ടൈം കർവ് വന്നിട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റിയോ അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റിയുള്ള പോയിന്റ് കണ്ടുപിടിക്കാനോ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്കൽ അറേഞ്ച്മെന്റ് ശ്രദ്ധിച്ച് ഒരു ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നോക്കൂ,
the graph which cannot possibly represent one-dimensional motion. One-dimensional motion അല്ലാത്തത് നിങ്ങൾ കൃത്യതയുടെ ക്വസ്റ്റ്യനിൽ ഒരു അണ്ടർലൈൻ ഇട്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ മൂവ് ചെയ്യണമെന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് തന്നെ പോകൂ. അപ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള ആസ്പെക്ട്സുകൾ കിട്ടൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് cannot possible, ഒരു കാരണവശാലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് എന്നാണ്. അതിൽ ചില കേസസ് വരുമ്പോൾ നമുക്ക് പൊസിഷൻ ബേസ് ചെയ്ത് കൃത്യതയോടെ പറയാൻ പറ്റും. വൺ ഡൈമെൻഷണൽ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒറിജിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓരോ സമയം കഴിയും തോറും അത് ഒരു പൊസിഷനെ ആയിരിക്കും, അത് കൂടുതലായിക്കൊണ്ടിരിക്കാം, തിരിച്ചു വരാം, വാട്ട് എവർ മേ ബി ദ കേസ്. ബട്ട് ഒറ്റ ടൈമിൽ ഒരു പൊസിഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ് എവരിബഡി, യു ആർ റൈറ്റ്. Yes, we can say from 2016, the third question, C as the answer, in the sense if we just draw a line perpendicular to the time axis and it will cut the two positions at a time. In the sense we have it to assign one thing, two positions are possible at a time. So never possible such a situation. അതുകൊണ്ട് തന്നെ പോസിബിൾ അല്ലാത്ത കേസ് എന്ന് പറയുന്നത് നമുക്ക് സി ചോയ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓർക്കുക കുഞ്ഞുങ്ങളെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അതിന്റെ ആസ്പെക്ട്സുകൾ ബേസ് ചെയ്തിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് എല്ലാ പോയിന്റുകളും കൃത്യതയോടെ ഈ 2016 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ 2 ഡയമെൻഷണൽ മോഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൃത്യതയോടെ വീക്ഷിക്കേണ്ട ഒരു 3 കൺസെപ്റ്റ്സുകൾ ഞാൻ പറയാം. ഒന്ന്, റിലേറ്റീവ് വെലോസിറ്റി എന്നൊരു ആസ്പെക്ട്. 2, ബോട്ട് റിവർ പ്രോബ്ലം. ആൻഡ് the third one, so we have it that rain man problem. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. ഈ 3 എണ്ണത്തിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നു ഫോർ കീം. അതുകൊണ്ട് തന്നെ വ്യക്തതയോടെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A man rides with a bicycle with a speed of 17.32 meter per second. So the velocity of the bicycle that is given as a 17.32 in east-west direction. If the rain falls vertically with a speed of 10 meter per second, the direction in which he must hold his umbrella. So ഇവിടെ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യനെ ഒന്ന് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം പറയുന്നത് നമ്മളുടെ ബൈസൈക്കിൾ എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ, ദാറ്റ് വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് പറയുകയാണ് ദാറ്റ് റെയിൻ ഈസ് ഫോളിങ് വെർട്ടിക്കലി. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വെലോസിറ്റി ഓഫ് ദ റെയിൻ ദാറ്റ് ഈസ് കമ്മിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. സോ വി ക്യാൻ പ്ലോട്ട് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് റെയിൻ. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ് മനസ്സിലേക്ക് വരണം. കൃത്യതയോടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സൈക്ലിസ്റ്റ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വെലോസിറ്റി ഓഫ് ദ റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് ദ സൈക്ലിസ്റ്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ സൈക്ലിസ്റ്റ് നമ്മളുടെ റെയിനിന്റെ വെലോസിറ്റിയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പക്ഷെ അതിനുള്ള ഏക എളുപ്പ മാർഗം എന്ന് പറയുന്നത് we have to add the negative of vc with vr, then we get the relative velocity. എന്ന് പറഞ്ഞാൽ vc-യുടെ നെഗറ്റീവ് കമ്പോണന്റ് എടുത്തതിന് ശേഷം vr-ഉമായിട്ട് ആഡ് ചെയ്യൂ എന്നാണ് നമ്മളോട് പറയുക. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ നെഗറ്റീവ് കമ്പോണന്റ് ഓഫ് ബി സി എന്ന് പറയുന്നത് നേരെ ഈസ്റ്റിലോട്ട് പോകത്തില്ലേ? ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. എന്നിട്ട് നിങ്ങൾ വി ആറുമായിട്ട് ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലേ ഉപയോഗിക്കേണ്ടത്? യെസ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആക്ടിങ് അലോങ് ദ ഡയഗണൽ. എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്കായിരിക്കും നമ്മളുടെ റിലേറ്റീവ് വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ റെയിൻ ഈസ് ഫോളിങ് ഇൻ ദാറ്റ് ഡിറക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ
അംബ്രല പിടിക്കേണ്ടത് ആ റെയിൻ ഫോളിങ്ങിനെ ഓപ്പോസിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തരത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലിൽ നിന്ന് വെസ്റ്റിലേക്ക് തീറ്റ ഡയറക്ഷൻ എന്നർത്ഥം. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ നമ്മൾ ചെയ്തത് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ സൈക്ലിസ്റ്റ് കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ വെലോസിറ്റി ഓഫ് ദ സൈക്ലിസ്റ്റിന്റെ ഡിറക്ഷൻ നേരെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തിട്ട് വി ആറുമായിട്ട് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യു ക്യാൻ ജസ്റ്റ് യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡിവിഷൻ ബൈ യെസ് അഡ്ജസന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. That is equal to VC, the velocity of the cyclist division by the velocity of the rain എന്നുള്ള ആസ്പെക്ട്സിലേക്ക് വന്നാൽ VC എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൃത്യതയോടെ തന്നിട്ടുണ്ട് as a 17.32, that division by velocity of the rain as a 10. Yes, it becomes 1.732 in the sense we can say it is equal to root 3 in the sense that angle is nothing but equal to tan inverse of root 3. That means keep in mind വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഈ tan inverse of root 3 എന്ന് പറയുമ്പോൾ എക്സാക്ട് ആയിട്ട് you get the answer as 60 degree. So we can say from the vertical towards west at an angle of 60 degree. That means you get the answer as that be the second choice. ഇത് കീമിൽ ചോദിക്കാവുന്ന ഏറ്റവും നിലവാരമുള്ള ക്വസ്റ്റ്യനുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. Yes, you are on the way. Very good. Yes. സോ കുഞ്ഞുങ്ങളെ, നമ്മൾ എല്ലാ ചാപ്റ്ററും ഇതേപോലെ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ടിൽ ദ എൻഡ് ഒരല്പ സ്ട്രെയിൻ ആകുമെങ്കിൽ പോലും അത് കീപ്പ് ചെയ്യുക. നമുക്ക് 72 ക്വസ്റ്റ്യനുകളിലേക്കും മുന്നോട്ട് പോകാൻ പറ്റും. ഓർക്കുക, ഈ ലൈവ് ക്ലാസ് SS ഫിസിക്സ് ക്ലാസ്സസിൽ നിന്നാണ്. എൻ്റെ പേര് സാംസൺ SS. കഴിഞ്ഞ 20 വർഷമായിട്ട് ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഈ പാൻഡമിക്കിൽ നിങ്ങളെ സഹായിക്കാൻ എടുത്ത ഒരു ഉദ്യമമാണ്. അത് ഈ തരത്തിൽ സപ്പോർട്ട് നൽകുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. സോ പ്ലീസ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ. സോ ഈ ചാനലിൽ നമ്മുടെ കീം എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നീറ്റിന് വേണ്ടിയുള്ള റിവിഷൻ പ്രോസസ്സ് ചാപ്റ്റർ വൈസ് ആഗ്രഹിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ കമന്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ സജഷൻസ് ഉൾപ്പെടെ. നോക്കൂ, 2016, the fifth question. In the given diagram, if PQ is given as is equal to PQ is given as is equal to vector A, and QR that is given as is equal to vector B, and RS that is given as vector C, then PS we need to find what is the value for PS. PS എന്താണ്? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ നമുക്കറിയാം അല്ലെ. ട്രയാങ്കിളിലോ നമ്മൾ പറഞ്ഞത് രണ്ട് വെക്ടറുകൾ ഒരേ ഓർഡറിൽ ഉണ്ട് എങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് തേർഡ് സൈഡ് ആയിരിക്കും എന്നുള്ളത്. രണ്ടാമത് നിങ്ങൾ പഠിച്ചു പാരലോഗ്രാം വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചു അല്ലെ. ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്ത് പറഞ്ഞു എന്നുള്ളത് ഒന്ന് സെൻസ് ചെയ്തേ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, തന്നിരിക്കുന്ന ഗിവൺ വെക്ടേഴ്സിനെ ഡയറക്ഷൻ വ്യത്യാസം വരാതെ ഒരു പോളിഗണിന്റെ സൈഡുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, so keep in mind we have to represent the each given vectors as the sides of a polygon in one order. The resultant is nothing but the last side with the reverse order. And keep in mind the reverse order means not in the opposite direction. എപ്പോഴും ഓർക്കുക, ഓർഡർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇത് രണ്ട് വെക്ടറുകളാണെങ്കിൽ എയും ബിയും ഒരേ ഓർഡറിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു വെക്ടറിന്റെ എൻഡ് പോയിന്റിലായിരിക്കണം മറ്റേ വെക്ടർ ആരംഭിക്കുക എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ നേരെ തിരിച്ചു പോകണം എന്നർത്ഥം. അപ്പോൾ ആ PS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ഓർക്കുക എയും ബിയും സിയും ഒരേ ഓർഡറിലായതുകൊണ്ട് PS എന്ന് പറയുന്നത് വ്യക്തതയോടെ നമുക്ക് എഴുതാൻ പറ്റും A plus B plus C ആയിട്ട് മാറും. That means you get the answer as nothing but equal to that third choice C as the answer.
സോ ജസ്റ്റ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. മറന്നുപോകരുത്, വെക്ടറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി വരുമ്പോൾ അതിനകത്ത് ഒന്ന് അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സുകൾ ഒരിക്കലും മറക്കരുതേ. അതിന്റെ റിലേഷൻസ്, എസ്പെഷ്യലി ദാറ്റ് മോഡുലസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ that is equal to root of a square plus b square plus 2ab cos theta. മറന്നു പോകരുതേ. അതോടൊപ്പം തന്നെ the direction of resultant with respect to that one of the vector a as we can say as b sin theta division by that a plus b cos theta. മറന്നു പോകരുതേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്താൽ അവിടെ വരുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്: which of the following three vectors cannot be added to give a resultant as a zero? അല്ലെങ്കിൽ 4 വെക്ടേഴ്സ് തന്നിട്ട് ഇതിൽ റിസൾട്ടന്റ് 0 ആകാൻ പറ്റാത്തത് ആരൊക്കെ? അപ്പോൾ മറന്നു പോകരുതേ, അതിനെ കൊണ്ട് ഒരു പോളിഗൺ ഉണ്ടാക്കാൻ ശ്രമിക്കുക. 3 വെക്ടറാണ് തരുന്നതെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ. അപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ 3 സൈഡ് ബേസ് ചെയ്ത് നമുക്ക് പറയാം ഏതെങ്കിലും 2 സൈഡിന്റെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ ലാസ്റ്റ് സൈഡ് ആയിരിക്കും. അതേ ആസ്പെക്ട് തന്നെ 4ലും ഉപയോഗിക്കുവാൻ മറന്നു പോകരുത്. So here we get the answer as a third choice. We can move with the question number 6th one. കുഞ്ഞുങ്ങളെ ആ ക്വസ്റ്റ്യൻ വായിച്ച് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിച്ച്. A body is thrown at with a speed of u at an angle theta. If the speed of the projectile becomes u by root 2 on reaching the maximum height, the maximum vertical height attained by the projectile is. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, തീറ്റ ആംഗിളിൽ നമുക്ക് ഒരു ഓബ്ജക്റ്റ് പ്രൊജക്ട് ചെയ്തു എന്നിരിക്കട്ടെ. യു എന്ന് പറയുന്ന വെലോസിറ്റി തീറ്റ ആംഗിളില്. സ്പീഡ് ഓഫ് ദ projectile becomes u by root 2. So velocity at the highest point എന്ന് പറയുന്നത് u by root 2 ആണെങ്കിൽ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് അറ്റൈൻ ചെയ്തത് എന്താണ്? ബൈ ദ പ്രൊജക്ടൈൽ. അപ്പൊ നമ്മുടെ എച്ചിന്റെ റിലേഷൻ എന്ന് പറയുന്നത് മറന്നു പോകരുതേ. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവിഷൻ ബൈ 2g വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമ്മുടെ ചോയ്സസ് നോക്കുമ്പോൾ തീറ്റ നമ്മൾ അവോയ്ഡഡ് ആകണം. നമ്മുടെ ഒരു സാധാരണ ഒബ്ലിക് പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റിയെ നമുക്ക് 2 കമ്പോണന്റുകളായിട്ട് മുറിക്കാം, യു കോസ് തീറ്റ ആൻഡ് യു സൈൻ തീറ്റ. ഈ യു കോസ് തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് അതിൽ ഡീഗ്രഡേഷൻ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അത് ഏത് പോയിന്റ് എടുത്താലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? കോൺസ്റ്റന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് അങ്ങനെയല്ല. അവന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഗോസ് ഓൺ ഡിക്രീസിങ് ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി. ഹയസ്റ്റ് പോയിന്റ് ആവുമ്പോൾ അത് 0 ആവുകയും അടുത്ത ഇൻസ്റ്റന്റിൽ അത് കൂടുതലാകാൻ ശ്രമിക്കുകയും നമ്മൾ എറിഞ്ഞ അതേ യു സൈൻ തീറ്റ ആയിരിക്കും എൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ കിട്ടുന്നതൊന്നും മറക്കരുത്. അതുകൊണ്ട് തന്നെ ഹൈയസ്റ്റ് പോയിന്റിലെ സ്പീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉറപ്പിച്ച് നമുക്ക് പറയാം there is only contribution from the horizontal component that is given as is equal to u by root 2. യും ക്യാൻസൽ ആയാൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കുവാനുള്ള കോൺസെപ്റ്റ് അവിടെ ആയി കഴിഞ്ഞു. തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 1 by root 2 ആയിട്ട് മാറുകയും we get the value as theta is equal to 45 degree ആയി മാറി. നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get the concept as is equal to that u square, yes, sin 45, that is 1 by root 2 the whole square, that division by 2g ആയിട്ട് നമുക്ക് പറയാം, that is equal to u square division by 4g. So you get the answer. Yes, very good, very good. Yes, theta is not 90 degree. That is very important one. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്ടൈൽ. അപ്പൊ ഈ ഒരു ത്രോയിൽ എത്താൻ പറ്റുന്ന മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്, ആ വേർഡിന്റെ മീനിങ്, ആ ടെക്നിക്കൽ വേർഡ് തന്നെ മാക്സിമം ഹൈറ്റ് എന്നാണ് മീനിങ്. അതുകൊണ്ട് അതാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ we get the first choice as the answer. So very good, very good. So we can move to the question number 7th one. വായിച്ചേ. ഇത് പലപ്പോഴും ഒരു 2 to 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്ക് മൂവ് ചെയ്യാം. An aeroplane is flying with a uniform speed of 150 km per hour
along the circumference of a circle, the change in velocity in half the revolution is. അപ്പൊ നമുക്ക് ഒരു ഹാഫ് റെവല്യൂഷൻ ആണ് അവന് നടത്തേണ്ടത്. യെസ്, നമുക്ക് ഓർക്കാം, ഒരു സെമി സർക്കുലർ ആർക്കിലേക്ക് നമ്മുടെ എയറോപ്ലെയിൻ മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ എയറോപ്ലെയിന്റെ ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ടായിരിക്കണം. സോ ഇനിഷ്യലി ഇതാണ് ഡയറക്ഷൻ എന്നിരുന്നോട്ടെ. ഫൈനൽ ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് സേ ഈ തരത്തില് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ V1ന്റെയും V2ന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് യെസ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് 2V1 യെസ് മൈനസ് ആണ്, മറന്നു പോകരുത്, 2V1 V2 cos theta. That is the change in velocity. അപ്പോൾ ഇവിടെ രണ്ട് വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ ഒന്ന് പ്രഡിക്റ്റ് ചെയ്തേ. ഏത് ആംഗിൾ ആണ് ഇവ തമ്മിലുള്ളത്? അവ തമ്മിൽ 180 ഡിഗ്രി അല്ലേ അവിടെ ബാധിക്കുന്നത്. അതോടൊപ്പം രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സമമായിട്ടാണല്ലേ നമുക്ക് പറയുന്നത്. അപ്പൊ കോസ് 180 എന്ന് പറയുന്നത് നമുക്ക് -1 ആയിട്ട് എഴുതിക്കൂടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2V സ്ക്വയർ പ്ലസ് 2V സ്ക്വയർ ആയിട്ട് മാറിയില്ലേ. അപ്പൊ നമുക്ക് റൂട്ട് 4V സ്ക്വയർ ആയി മാറിയില്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് ഇസ് ഈക്വൽ ടു 2V. ഡബിൾ ദ വെലോസിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. ചില ഷോർട്ട് കട്ടുകൾ ഉണ്ട് എങ്കിൽ പോലും ഈ സമയത്ത് നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെയായിരിക്കും ഗുഡ്. സോ ഡബിൾ ദ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 2 ടൈംസ് 150 ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 300 ആയിട്ട് മാറി. സോ ദാറ്റ് മീൻസ് D is the choice. That is the answer. It's a very good question. ഈ കോൺസെപ്റ്റ് പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക, ആ മെത്തേഡ് ഒന്ന് പഠിച്ചിരിക്കുക. നോക്കൂ, സോ SS ക്ലാസ്സസ് നിങ്ങളുടെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും വേണ്ടിയൊക്കെ +1 +2 ഫിസിക്സ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ട്യൂഷനും അതോടൊപ്പം എൻട്രൻസിന്റെ സപ്പോർട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പേഴ്സിൽ ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ബാച്ച് നമ്മുടെ സെപ്റ്റംബർ 15-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. അത് 1-in-1 ബാച്ചും അതോടൊപ്പം തന്നെ ഓരോ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബാച്ചും അതോടൊപ്പം തന്നെ ഒരു ഫുൾ സ്വിങ്ങിലുള്ള ബാച്ചും ആരംഭിക്കുന്നു. പിന്നെ നമ്മുടെ കീം പരീക്ഷ കഴിഞ്ഞിട്ട് നീറ്റ് കുട്ടികൾക്ക് വേണ്ടി ഒരു 25 ഡേയ്സിന്റെ ഒരു ക്രാഷ് പ്രോഗ്രാം ആഗ്രഹിക്കുന്നുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറക്കരുത്. ഐ വിൽ ആഫ്റ്റർ ദ മീറ്റ് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ അത് ചെയ്താൽ മതിയാവും. യെസ്, വി ക്യാൻ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 8. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നോക്കൂ, ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ്. നമ്മളൊരു സർക്കുലർ മോഷൻ എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളെല്ലാം നമുക്കൊരു ഫിഗറിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കേസ്. ഒരു ആന്റി ക്ലോക്ക് വൈസ് മോഷൻ എടുക്കുന്ന സമയത്ത് ബോഡിയുടെ മൂവ്മെന്റിന്റെ അതേ പാറ്റേണിൽ ആക്ട് ചെയ്യുന്നത് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ആംഗുലാർ വേരിയബിൾ ആണ് തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് മാറുമ്പോഴാണ് അവിടെ വെലോസിറ്റി എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ സ്വാഭാവികപരമായിട്ടും തീറ്റ മാറിയിട്ട് കറസ്പോണ്ടിങ് ആംഗുലാർ വെലോസിറ്റി അവിടെ ആയി കഴിഞ്ഞു. വെലോസിറ്റി സ്പീഡ് വ്യത്യാസപ്പെടുമ്പോഴാണ്, മറന്നു പോകരുത്, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ദ റീസൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്പീഡ് ആണെന്ന് മറന്നു പോകരുത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ആൽഫ എന്ന് പറയുന്നത്. മാസിന്റെ വെലോസിറ്റിക്ക് പകരമായിട്ട് മൊമെന്റം നിങ്ങൾ പറയുന്ന മാതിരി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ഒമേഗ വരുമ്പോൾ അവിടെ വരുന്ന ഒരു ടേമാണ് ആംഗുലാർ മൊമെന്റം. അതേപോലെ മാസ് ഇൻറ്റു എ വരുമ്പോൾ അവിടെ വരുന്നതാണ് നമ്മുടെ ലീനിയർ ഫോഴ്സ് ടാൻജൻഷ്യലി. കറസ്പോണ്ടിങ്ങിലി വരുന്ന വാല്യൂ ആണ് ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഈ വെക്ടേഴ്സിന്റെ ഒക്കെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദ ആക്സിസ് ആണ്.
അതുകൊണ്ട് അവയെ ഒരുമിച്ച് പറയുന്ന പേരാണ് ആക്സിയൽ വെക്ടേഴ്സ് എന്നാണ് പറയുക. ഏതൊക്കെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ആക്സിലറേഷനും ആംഗുലാർ മൊമെന്റവും ടോർക്കും എല്ലാം. പക്ഷെ അതിന് റീസൺ ആയിട്ടുള്ള ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ലീനിയർ വെലോസിറ്റിയും മൊമെന്റവും ആക്സിലറേഷനും ഫോഴ്സും എല്ലാം അത് ആക്ട് ചെയ്യുന്നത് ടാൻജൻഷ്യലി ആണ്. അത് ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേര് പോളാർ വെക്ടേഴ്സ് എന്നാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് വിച്ച് among the following are said to be polar or axial എന്നൊരു ആസ്പെക്ട്സ് ഉണ്ട്. ഇനി ചേഞ്ച് ഇൻ സ്പീഡ് കൊണ്ടുണ്ടായത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡയറക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു വെക്ടറാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ടേക്സ് ദ ഡയറക്ഷൻ along the radius towards the center. അത് എപ്പോഴും മനസ്സിൽ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ചോയ്സ് ആൻസർ ആയിട്ട് കൊടുക്കാം? വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ ഓൺ ദ വേ. യെസ്, എക്സാക്ട്ലി ദ ഫസ്റ്റ് ചോയ്സ്. കാരണം ദാറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ പാത്ത് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി. നമ്മുടെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ടാൻജൻഷ്യലി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. സോ 90 ഡിഗ്രി ആയിരിക്കും. സോ വി ക്യാൻ സേ എ ആസ് ദി ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 9. ശ്രദ്ധിച്ച് നോക്കി ഉത്തരം പറഞ്ഞോളൂ. ദ വൺ വിച്ച് ഡസ് നോട്ട് റെപ്രസെന്റ് എ ഫോഴ്സ് ഇൻ എനി കോണ്ടെക്സ്റ്റ്. ഈ പറഞ്ഞിട്ടുള്ള 5 വേർഡുകളിൽ ഫോഴ്സുമായിട്ട് മീനിങ് ഇല്ലാത്ത, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദ്യത്തിൽ തന്നെ അത് സൂക്ഷിച്ചേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഡസ് നോട്ട്, ഡസ് നോട്ട്. ഗിവ് ദ ആൻസർ. കം ഓൺ, ക്വിക്ക്. പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ച്. Yes, very good, very good, very good. You are right, exactly. അപ്പൊ നമ്മുടെ വിസ്കസ് ഡ്രോഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വിസ്കസ് ഫോഴ്സ് ആണ് അല്ലെ? വെരി ഗുഡ്. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. ടെൻഷൻ എന്ന് നമ്മൾ പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. പക്ഷേ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇംപൾസ്. ദാറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ വെരി ഷോർട്ട് ഇന്റർവൽ അല്ലെ? നമ്മുടെ ന്യൂട്ടന്റെ 2ാം നിയമം അനുസരിച്ചാൽ, 2ാം നിയമം പറയുന്നത് എന്താണ്? നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് dp/dt ആണെന്നാ പറയുന്നത് അല്ലെ? അപ്പോൾ എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ആക്ച്വലി അത് ചേഞ്ച് ഇൻ മൊമെന്റം ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ഫോഴ്സ് അല്ല. സോ ബി എസ് ദി ആൻസർ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ദിയർ അല്ലെ? യെസ്. സോ നമുക്ക് എക്സാക്ട്ലി സെക്കൻഡ് ചോയ്സ് ആസ് ദി ആൻസർ ആയിട്ട് നമുക്ക് പറയാം. Look the question number 10. A good question is waiting here. Water from a hose pipe of radius 5 centimeter strikes a wall normally at a speed of 5 meter per second. The force exerted on the wall in Newton is. അപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എന്ന് പറയുമ്പോൾ നമുക്ക് യെസ്, നമുക്ക് മൊമെന്റം ബൈ ടൈം എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ എടുത്താല് മാസ് ഇൻറ്റു വെലോസിറ്റി ബൈ ടൈം എന്ന് ഇരുന്നോട്ടെ. നമ്മുടെ ഈ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മാസിന് പകരമായിട്ട് നിൽക്കുന്ന ഒരു ടേമാണ് എപ്പോഴും ഓർത്തോണേ, ഡെൻസിറ്റി എന്നൊരു കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ ഡെൻസിറ്റിയുടെ രൂപത്തിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇവിടെ നമുക്ക് സ്പീഡും തന്നിട്ടുണ്ട്, ആ പൈപ്പിന്റെ റേഡിയസും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ്. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് മാസ് ബൈ വോളിയം ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എമ്മിന് പകരമായിട്ട് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ, ഡെൻസിറ്റി ഇൻറ്റു ദാറ്റ് വോളിയം ഇൻറ്റു ദാറ്റ് വെലോസിറ്റി ബൈ ടൈം. ഞാൻ പർപ്പസ്ഫുൾ ആയിട്ട് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ്, ഇതിനെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആയിട്ട് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ബൈ ടിക്ക് പകരം എ വി ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അങ്ങനെ വരുമ്പോൾ റോ എ ഇൻറ്റു വി സ്ക്വയർ ആണ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ വാൾ എന്നുള്ള കാര്യം മറക്കരുത്. ഇത് പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റോ എ ഇൻറ്റു വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നിരിക്കുന്നത് യെസ് റോ ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പൈ ആർ സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റി ഇൻ SI സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇൻറ്റു പൈ ഇൻറ്റു എന്താണ് റേഡിയസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണ്. സോ 5 × 10 to the power of -2 the whole square into that is speed 5 square. So പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് വന്നേ. Come on everybody, very good, very good. So what is answer? So 10 cube into pi into that 25 into 10 to the power of -4 into that 25. So 25 into 25 as a 625 pi into 10 to the power of -1. So we get the value as a 62.5 pi. That means we get the answer as is equal to exactly that third choice. So ഈ ഒരു ഫോർമുലേഷൻ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പലപ്പോഴും ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, മറക്കരുത്. സോ ദാറ്റ് ഈസ് അവർ 10th ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് കോമ്പറ്റബിൾ ആയിട്ട് നിങ്ങളുടെ സബ്ജക്ട് കണ്ടന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. The net force acting is not zero on. Come on. പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിക്കും. The net force acting is not zero. അപ്പം നെറ്റ് ഫോഴ്സ് 0 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് ബോഡി എന്ന് പറയുന്നത് അറ്റ് റെസ്റ്റിലായിരിക്കണം. 2 അല്ലെങ്കിൽ മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ അല്ലാത്ത കേസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, നമ്മളിപ്പോ ഈ ചോയ്സ് ആണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബുക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ, ഈസ് ഇറ്റ് അറ്റ് റെസ്റ്റ് അല്ലെ? എ ട്രക്ക് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, ദാറ്റ് കൈറ്റ് ഹെൽഡ് സ്റ്റേഷനറി. ഈ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസ്റ്റ് എന്നൊരു ആസ്പെക്ട്സിലേക്ക് വന്നു അല്ലെ? എ ബോൾ ഫോളിംഗ് വിത്ത് ടെർമിനൽ വെലോസിറ്റി. അപ്പൊ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തതയോടെ അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യുന്ന വെയിറ്റ്, പിന്നെ അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന പോയിന്റ്, അതോടൊപ്പം നമ്മുടെ വിസ്കസ് ഡ്രോഗ്, ഇതെല്ലാം നെറ്റ് 0 ആകുന്ന കേസാണ്. അപ്പോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും നമ്മളുടെ ഡ്രോപ്പ് അല്ലെങ്കിൽ സ്പെറിക്കൽ ബോഡി മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അവനിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുമല്ല. സോ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എ റിട്ടാർഡിംഗ് ട്രെയിൻ. റിട്ടാർഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സേ ഗോയിങ് ടു റെസ്റ്റ് എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക്, അപ്പോൾ അവനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? യെസ്, ദാറ്റ് ഈസ് മോഷന് ഓപ്പോസിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കുവാൻ പറ്റും. യു ആർ എക്സാക്ട്ലി കറക്റ്റ്. യെസ്, യു ആർ എക്സാക്ട്ലി കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് യു ഗോട്ട് ദ ആൻസർ as A. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വി can move with the question number 12. കൺസെപ്ച്വൽ ആയിട്ടും പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിട്ടും വർക്ക് എനർജി പവറിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വർക്ക് പവർ എനർജി ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വർക്ക് എനർജി തിയറം. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാമിന് ഒന്നുകിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് ഉണ്ടാവും. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക, ദ വർക്ക് ഡൺ ഓൺ, അത് ഏത് നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സസുമായിട്ടാണെങ്കിലും അതല്ലെങ്കിലും വർക്ക് എന്ന് പറയുന്നത്, കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്, ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് വർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്നൊരു ആസ്പെക്ട്സ് ആണ് അവിടെ വരുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഏത് ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യും? കമാൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എക്സാക്ട്ലി. യെസ്, the first choice is the answer. The kinetic energy of a particle is equal to the work done on it by the net force. അത് എപ്പോഴും മറന്നു പോകരുത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. അപ്പൊ എസ്പെഷ്യലി നമ്മള് ബോളിനെ മുകളിലോട്ട് എറിഞ്ഞ് താഴോട്ട് വരുന്ന കേസും അങ്ങനെ വരുന്ന കേസസിനെല്ലാം ഇനിഷ്യലും ഫൈനലിനെയും കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് വരാൻ പറ്റും.
Look, the question number 13. പവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നോക്കൂ. A car of mass 1500 kilogram is lifted up a dam distance of 30 meter by a crane A in 0.5 minutes. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. അപ്പൊ അതില് ക്രെയിൻ എ എന്ന് പറയുന്നത് 0.5 മിനിറ്റ്സ് കൊണ്ട് അത് സംഭവിപ്പിച്ചു. ദ സെക്കൻഡ് ക്രെയിൻ ഡസ് ദ സെയിം ജോബ് ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ടാണ് എടുത്തത് എങ്കിൽ റേഷ്യോ ഓഫ് പവേഴ്സ് ആണ് ചോദ്യം. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് എനർജി ബൈ ടൈം എന്നാണ് പറയുക. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, വർക്ക് ബൈ ടൈം എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ, വർക്ക് ബൈ ടൈം എന്നും പറയാം. അപ്പം നമുക്കിവിടെ ഈ എച്ച് ഹൈറ്റിലേക്ക് എം മാസുള്ള ഒരു ബോഡിയെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ എത്തിയാൽ എന്തുമാത്രം വർക്ക് ചെയ്തു എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ, അത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന്. എന്ന് പറയുമ്പോൾ അത് നത്തിങ് ബട്ട് ഈക്വൽ ടു mgh അല്ലേ. സോ വർക്ക് എന്ന് പറയുന്നത് ഈ കേസിൽ mgh ഡിവിഷൻ ബൈ ടൈം ആയിട്ട് നമുക്ക് എടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ രണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്കറിയാം, ഒരേ മാസിന് ഒരേ ഹൈറ്റ് ആണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് പവർ എന്ന് പറയുന്നത് എക്സാക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിപ്രോക്കൽ ഓഫ് ടൈം അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് നമുക്ക് P1 by T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ റെസിപ്രോക്കൽ കൺസെപ്റ്റ് ആണ് വരുന്നത്, T2 by T1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ച് 1 മിനിറ്റ് ബൈ 0.5 അല്ലെ, 1 മിനിറ്റ് ബൈ ദാറ്റ് 0.5 മിനിറ്റ്, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ 0.5 എന്ന് പറയുമ്പോൾ 1/2 ആയിട്ട് നമുക്ക് എടുക്കാം. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 2:1 എക്സാക്ട്ലി. യു ഗെറ്റ് ദ ആൻസർ ആസ് ദ സെക്കൻഡ് ഓപ്ഷൻ ബി as the ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ ഓൺ ദ വേ. ഗുഡ്. അപ്പൊ നമ്മൾ ആ തിയറി നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 14. കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ടോ? Come on, please respond everybody. ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ കൃത്യതയോടെ നിങ്ങൾക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Come on everybody, please message me. See, കാരണം നമ്മൾ ഒരു 72 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നല്ലൊരു ടാർഗറ്റ് ആണ്, മണിക്കൂറുകൾ നമുക്ക് എടുക്കും. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകണം. അതുകൊണ്ട് തന്നെ പ്ലീസ് മെസ്സേജ് എവരിബഡി. യെസ്, വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. യെസ് കുഞ്ഞുങ്ങളെ, അതോടൊപ്പം തന്നെ ഈ എടുക്കുന്ന ഒരു സ്ട്രെയിൻ നിങ്ങൾക്കറിയാം, പാൻഡമിക് സിറ്റുവേഷൻ ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും എന്നിലുള്ള ഒരു അധ്യാപകന്റെ ഒരു ഡ്യൂട്ടിയാണ് അങ്ങനെ ഒരു സാധ്യതയില്ലാത്ത കുട്ടികളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് എത്തിക്കുക എന്നുള്ളത്. ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് എത്തേണ്ട കരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെയും കൂടെ ഒരു ഡ്യൂട്ടിയാണ്. സോ സബ്സ്ക്രൈബ് ദ ചാനൽ, അതോടൊപ്പം തന്നെ പ്ലീസ് ഷെയർ ഇറ്റ്. അത് എന്നാൽ മാത്രമേ അത് കീമുമായിട്ട് ബന്ധപ്പെട്ട, നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ കൈകളിലേക്ക് അത് എത്തൂ. സോ മറന്നു പോകരുതേ. നോക്കൂ, എ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. An engine of power, that the power is given as is equal to 58.8 kilowatt, pulls a train of mass that is equal to 2 into 10 to the power of 5 kilogram with a velocity of 36 kilometer per hour. നമുക്കതിനെ 5/18 ആയിട്ട് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ that velocity എന്ന് പറയുന്നത് 10 meter per second ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് പറയുക. ഫസ്റ്റ് വായിക്കുമ്പോഴേ നമുക്കറിയാം ദാറ്റ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമ്മുടെ മനസ്സിൽ കൃത്യതയോടെ പവറിന്റെ റിലേഷൻ നമുക്ക് എടുക്കാം. പവർ എന്ന് പറയുന്നത് F.V, F/V എന്ന് നമുക്ക് എടുക്കാം. മറന്നുപോകരുതേ, പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം F/V ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, അതാണ് നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്പെക്ട്സിൽ നമ്മൾ പറയുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്
യെസ് mu ടൈംസ് ഓഫ് ദ റിയാക്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ mu ടൈംസ് ഓഫ് വെയിറ്റ് ആയിരിക്കണം. അതായിരിക്കണം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് യെസ് mu ടൈംസ് ഓഫ് mg ആണ് നമ്മളുടെ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത്. അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ mu ആക്ടിങ് ഓൺ ഇറ്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് mu കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ that is equal to power division by mg into v. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. The power it is given as is equal to 58.8. മറന്നു പോകരുത്, അത് കിലോ വാട്ട് ആണ്. The division by that mass it is given as 2 into 10 to the power of 5 into that 10 into that velocity നമ്മളത് കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അതിന് ഉപയോഗിച്ച 5/18 മറന്നു പോകരുത്, ഇൻറ്റു 10 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 58.8 into 10 cube division by 2 into 10 to the power of 7. On solving, you get the value as is equal to 2.94 into 10 to the power of -3. എന്ന് പറയുമ്പോൾ 0.003 is the answer. That means exactly you get the choice as a C choice. So ഇവിടെ അത് ലോസ് ഓഫ് മോഷനുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷന്റെ വാല്യൂ. അങ്ങനെ വരുമ്പോൾ ആക്സിലറേഷൻ ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത് മറന്നു പോകരുത്. എ എന്ന് പറയുന്നത് എം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ μg ആയിരിക്കും എന്നുള്ളത് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു മിസ്കൺസെപ്റ്റും ഓർത്തിരിക്കുക, എല്ലായ്പ്പോഴും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് mg ആയിട്ട് മിസ്ലീഡ് ചെയ്യരുതേ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. അവിടെ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിട്ട് റിയാക്ഷൻ ആയിട്ട് മറ്റൊരു ഏജൻസി ഉണ്ടെങ്കിൽ അവനായിരിക്കും റിയാക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഓർക്കുക. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളൊരു വെർട്ടിക്കൽ ബോളില് ഒരു നമ്മുടെ ഒരു ബോക്സ് വെച്ച് ഒന്ന് അമർത്തി വെക്കാൻ ശ്രമിച്ചാൽ അവിടെ വെയിറ്റും അതോടൊപ്പം ഫ്രിക്ഷനും ഒക്കെ ഉണ്ട് എങ്കിലും റിയാക്ഷൻ ആയിട്ട് വരുന്ന അവന് ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ആ തള്ളലായിട്ട് മാറുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അത് പലപ്പോഴും എക്സാമിനായിട്ട് വന്നിട്ടുണ്ട്. റിജിഡ് ബോഡി ഡൈനാമിക്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ബിഗ് ചാപ്റ്റർ ആണ്. അതിലെ സെന്റർ ഓഫ് മാസും ആംഗുലാർ മൊമെന്റവും റോളിംഗ് മോഷനിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ മസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തിരിക്കണമേ അവസാനത്തെ സമയം വരുമ്പോൾ. ഇവിടെ നോക്കൂ, the position of vectors of 2 identical particles with respect to the origin in 3-dimensional coordinate system are r1 and r2. The position vector of the center of mass of the system. റിവിഷൻ ക്ലാസ്സിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞ ഒരു ആസ്പെക്ട് മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. നമ്മളൊരു n പാർട്ടിക്കിൾ സിസ്റ്റം എടുക്കുമ്പോൾ അതിന്റെ ഓരോ പാർട്ടിക്കിളിന്റെയും പൊസിഷൻ വെക്ടർ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ say that nth particle got the position vector as rn. അതിന്റെ നമ്മുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് ആർ സെന്റർ ഓഫ് മാസ് വെക്ടർ. കീപ് ഇൻ മൈൻഡ് ദാറ്റ് ആർ സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1 r1 plus m2 r2 plus etc. mn rn division by the total masses is equal to m1 plus m2 plus etc. plus mn. That is the very important aspect. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കണേ, here it is given as a 2-particle system with equal masses, and hence we can say that m1 r1 plus m2 r2 division by m1 plus m2, but they are equal in mass, so we can say that m in common as r1 plus r2, that division by m1 plus m2 as 2m, and you get the value as r1 plus r2 division by 2. You get the answer as D. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ്. നമ്മുടെ കൺസെപ്റ്റ്സിലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരാൻ സാധ്യതയുണ്ട്, മറന്നു പോകരുത്. ആ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എല്ലാ ബോഡീസും വിത്തിൻ ദ സിസ്റ്റം അല്ല, ഇന്നും ആകാം ഔട്ടും ആകാം. അവിടെ മാസ് റിങ്ങിന് ഇല്ലാത്ത മാതിരി ഡിസ്കിനുള്ള മാതിരിയുമാകാം. സോ മാസ് ഫിസിക്കലി പ്രസന്റ് ആകണം എന്നുള്ളത് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പൊസിഷനിൽ നിർബന്ധമല്ല.
ആൻഡ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡീസ്, അത് റിംഗ് ആയിക്കോട്ടെ, ഡിസ്ക് ആയിക്കോട്ടെ, സോളിഡ് സ്പിയർ ആയിക്കോട്ടെ, ഹോളോ സ്പിയർ ആയിക്കൊള്ളട്ടെ, സിലിണ്ടർ ആയിക്കൊള്ളട്ടെ, കോൺ ആയിക്കൊള്ളട്ടെ, വി ക്യാൻ സേ വൺ തിങ്, that center of mass coincides with the geometrical center. Center of mass coincide with the geometrical center. And the very important another point, and keep in mind the very important point, the motion of the center of mass is unaffected by the presence of internal forces. Motion of the center of mass is unaffected by the internal forces. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. നമ്പർ 16, റിജിഡ് ബോഡി ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്. നമ്മുടെ ലീനിയർ മോഷനിലെ കൈനമാറ്റിക് റിലേഷൻ, റിജിഡ് ബോഡി ഡൈനാമിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ കൈനമാറ്റിക് റിലേഷന്റെ കറസ്പോണ്ടിങ് റൊട്ടേഷണൽ കൺസെപ്റ്റ്, ആംഗുലാർ മൊമെന്റ്, അതോടൊപ്പം ടോർക്ക്, ഈ കാര്യങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കൂ, ഇഫ് എ ബോഡി ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് ഈസ് ഗിവൺ ആസ് I is equal to 2 kg/m² revolves about its own axis, making that frequency that is given as is equal to 2 rotations per second. Good. അത് ഈ പെർ സെക്കൻഡ് ആണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ചിലപ്പോൾ അത് മിനിറ്റിലായിരിക്കും തരിക. അപ്പൊ നമ്മൾ ഡിവൈഡഡ് ബൈ 60 എടുക്കാൻ ഓർക്കുക. ദി ആംഗുലാർ മൊമെന്റം ഈസ് L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് റൊട്ടേഷനുമായിട്ട്. അപ്പൊ നമ്മുടെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് M×V പറയുന്ന മാതിരി തന്നെ പിക്ക് പകരമായിട്ട് L ആയിട്ട് വന്നു, എമ്മിന് പകരമായിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ വന്നു, വെലോസിറ്റിക്ക് പകരമായിട്ട് ഒമേഗ വന്നു. അപ്പൊ ഒമേഗയെ കുറിച്ച് മറന്നു പോകരുത്. ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി നമുക്ക് പറയുമ്പോൾ 2πn ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ഉത്തരമായി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. The moment of inertia is 2 × 2π × number of revolutions per second എന്ന് പറയുന്നത് 2 ആണെങ്കിൽ what is the answer? Very good, very good, you're right. Yes, so we get the answer as D choice. മക്കളെ മറന്നു പോകരുതേ. ഈ ആംഗുലാർ മൊമെന്റവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു റിലേഷൻ ആണ് R×P എന്ന് പറയുന്നത്. ലിറ്ററലി പറയുകയാണെങ്കിൽ ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ, അതല്ലെങ്കിൽ സെപ്പറേഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ലീനിയർ മൊമെന്റം. ഇത് വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ്. അതോടൊപ്പം തന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിലെ നെറ്റ് ടോർക്ക് ആക്ട് ചെയ്യപ്പെടുന്നത് 0 ആണെങ്കിൽ മറന്നു പോകരുത്. ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരം ടോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു dp/dt പകരം dl/dt ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ടോർക്ക് 0 ആയിട്ട് മാറുകയാണെങ്കിൽ L എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ I⍵ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. I⍵ എന്ന് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ മറക്കരുത് I പ്രൊപ്പോർഷണൽ ടു 1/ω. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാൻസേഴ്സിന്റെ കേസ് ഒക്കെ എടുക്കുമ്പോൾ അവർ ആക്സസിൽ നിന്ന് ബോഡി ഒരുമിച്ച് ചേരുന്ന സമയത്ത് ജിംനാസ്റ്റിക്കിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുക. വെർട്ടിക്കൽ ആക്സസിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ കുറവാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കൂടുതൽ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം മറക്കരുത്. തിരിച്ചും കൈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആക്സസിൽ നിന്നുള്ള വെർട്ടിക്കൽ ആക്സസിൽ നിന്നുള്ള അകലം കൂടുന്നത് വഴി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ ഓർക്കണേ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കുറയുന്നു എന്നൊരു കൺസെപ്റ്റ്. സോ ഡി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. നമ്മുടെ അടുത്ത കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. You can just read it and give the answer. Come on, everybody. A rigid body is the one in which, come on, everybody. Come on, everybody. It can have only rotational motion. It can have only translational motion. The distance between all pairs of particles of the body do not change, and its shape can be deformed. Its center of mass always lies inside the material of the body. What is your answer? Come on. Come on. Your choice. Your choice is needed. എന്താണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്.
നമ്മുടെ സാധാരണ രൂപത്തിലെ റൊട്ടേഷണൽ മോഷൻ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ പറയുന്ന ഒരു അസംഷനാണ് that theories are applicable only for rigid body. Rigid body in the sense when we apply a deforming forces on a body, the separation between the two particles in the body is remains unchanged. ഇപ്പൊ നമ്മളൊരു സ്പോഞ്ച് എടുത്തു കഴിഞ്ഞാൽ if you give a small squeeze on it, സെപ്പറേഷൻ മാറുകയാണ്, പക്ഷെ ഇവിടെ മാറില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ സി എസ് ഡി ആൻസർ. യുവർ അപ്രോച്ച് ഈസ് ഗുഡ് ആൻഡ് യു ആർ ഓൺ ദ വേ. യെസ് യെസ് ഓക്കെ. അപ്പൊ റഫ് ഫേസ് തീർന്നാൽ എന്ത് ചെയ്യുമെന്നൊരു സംശയം. അങ്ങനെ തീരാൻ സാധ്യതയില്ല. കാരണം ഒരു പേജിൽ കഴിവതും 3 or 4 ക്വസ്റ്റ്യൻസേ ഉണ്ടാവും. A4 സൈസിന്റെ അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ടാവും. പേടിക്കണ്ട. കാരണം ഒരു 20 to 22 പേജസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ്. അതുകൊണ്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള സമയം ഉണ്ടാവും. പിന്നെ അവസാനം ഒരു 2 ഷീറ്റ് കൂടെ അഡീഷണൽ ആയിട്ട് അതിനകത്ത് ഉണ്ടാവും. അഡീഷണൽ ആയിട്ട് പേപ്പർ ഒന്നും തരത്തില്ല. അതുകൊണ്ട് തന്നെ ആ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഡിയർ വൺ, യെസ്, SS ഫിസിക്സ് ക്ലാസ്സസിന്റെ ലൈവ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ സാംസൺ SS. ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കൂ, 18th question. A good question ആണ്. A body hanging from a massless spring stretches it by 3 cm on earth surface. അപ്പൊ എർത്ത് സർഫസിലെ സിറ്റുവേഷൻ ആണ് ആദ്യം പറയുന്നത്. യെസ്. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്ന, അപ്പൊ 3 സെന്റിമീറ്റർ അവിടെ ഒരു എക്സ്റ്റൻഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഹൂക്സ് ലോ ആണ് ആദ്യമേ വരേണ്ടത് അല്ലെ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ K×X എന്നാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ കേസിൽ mg1 അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇവിടത്തെ സർഫസിലുള്ളത് G1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ നമുക്ക് X1 എന്ന് നമുക്ക് പറയാം. എന്നിട്ട് പറയാണ് അറ്റ് എ പ്ലേസ് എബവ് 800 കിലോമീറ്റർ. അപ്പോ നമ്മുടെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് അങ്ങോട്ട് എടുക്കുകയാണ്. ആ ഹൈറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. ആ ഒരു പൊസിഷനിൽ എടുത്തിട്ട് ദ സെയിം ബോഡി വിൽ സ്ട്രെച്ച് ദ സ്പ്രിംഗ് ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ രണ്ടാമത്തെ പൊസിഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ അവിടുത്തെ ഗ്രാവിറ്റി mg2 ആണെങ്കിൽ അവിടുത്തെ നമുക്ക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് x2 ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് x2 എന്തെന്നാണ് അല്ലെ. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ G1/G2 എന്ന് പറയുന്നത് x1/x2 ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആൻസർ x2 എന്ന് പറയുന്നത് x1 into that G1/G2. So that is the aspect. അപ്പൊ G1 സർഫസിലെ വാല്യൂ ആണ്. ഓക്കെ, യെസ്. G2 എങ്ങനെയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചു വേണം കാണാൻ. നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യെസ്, G ഡാഷ് എന്ന് പറയുന്നത് G × 1 - 2h/r. മറന്നു പോകരുത്, അത് ഫ്യൂ കിലോമീറ്റേഴ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആകൂ. അതല്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ G എന്ന് പറയുന്നത് G ഡാഷ് എന്ന് പറയുന്നത് Gm/r² ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റിലേഷൻ. അവിടെ സ്മോൾ r എന്ന് പറയുന്നത് മറന്നു പോകരുത്. ക്യാപിറ്റൽ R Hും കൂടെ ചേർന്നിട്ടുള്ള വാല്യൂ ആണ് r+h എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനി അതില് സർഫസ് എന്ന് പറയുന്ന G1 ആയിട്ട് എടുക്കുന്ന വാല്യൂ ആണ് Gm/r² എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ h എന്ന് പറയുന്നത് അവിടെ 0 ആക്കി നമുക്ക് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈ r-നെ ഒന്ന് പുറത്തേക്കൊന്ന് എടുത്തേ. r-നെ നമുക്കൊന്ന് പുറത്തേക്കൊന്ന് എടുത്തേ. അപ്പോൾ എന്ത് കിട്ടി? സോ G ഡാഷ് എന്ന് പറയുന്നത് Gm/r² into 1+h/r that square. അപ്പൊ ഈ Gm/r² എന്ന് പറയുന്നത് നമ്മുടെ സർഫസിലെ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. ദ ഡിവിഷൻ ബൈ 1+h/r. അപ്പൊ h/r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. h എന്താണ്? 800 കിലോമീറ്റർ ആണ് അല്ലെ. റേഡിയസ് ഓഫ് എർത്ത് എത്രയാണ്? 6400 ആണ് അല്ലെ. ദാറ്റ് മച്ച് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു G1 ഡിവിഷൻ ബൈ, അപ്പൊ നമുക്ക് സീറോസ് ക്യാൻസൽ ആവും. 8 64 1/8 ആയിട്ട് മാറി. അപ്പൊ നമുക്കിവിടെ 9/8 സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. എന്ന് പറഞ്ഞാൽ 64 ഡിവിഷൻ ബൈ 81 into G1 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x1 into G1 ഡിവിഷൻ ബൈ 64 G1/81. G1 ക്യാൻസൽ ആയി അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
എന്താണ് x1 ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട x1 എന്ന് പറയുന്നത്? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓർക്കുക, g1 by g2 എന്ന് പറയുന്നത് x1 by x2 ആണ്. സോ നമുക്ക് x2 എന്ന് പറയുന്നത് x1 into g2 by g1 ആണ്. അവിടെ സ്റ്റെപ്പ് മാറിപ്പോകരുത്. സോ നമുക്ക് എഴുതാം that is equal to x1, that is 3 centimeter into that is g2 by g1. So by g1 into what is g2? G2 is what? 64 division by, yes, 64 division by 81, that much g1. G1 നമുക്ക് cancel ആക്കാം. അപ്പോൾ 3 കൊണ്ട് 81 നമുക്ക് ഡിവൈഡ് ചെയ്താൽ 27 എന്ന് നമുക്ക് കിട്ടി. So we can say that is 64 division by 27. Very good. You are okay. Good. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ രണ്ടെണ്ണമാണ്. ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഹൂക്സ് നിയമമാണ്. നമ്മുടെ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും. അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷനുമായിട്ട്, അപ്പൊ mg എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ട് ആയിട്ട് k into x1 ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് g വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അവിടെ ഓർക്കേണ്ടത് നമ്മൾ അസ്യൂംഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസിലുള്ളത് ഉപയോഗിക്കരുത്, നമുക്ക് തെറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അത് അറിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്പർ 19. The acceleration due to gravity on the surface of a planet is 1/4 of the value on the Earth. When a brass ball is brought to this planet. അപ്പൊ ഇവിടെ പറയുന്നത് ആക്സിലറേഷൻ ഓൺ ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിലെ ഗ്രാവിറ്റിയുടെ 1/4 ആണെങ്കിൽ നമ്മൾ പ്ലാനറ്റിലേക്ക് പോകുമ്പോൾ ഒന്ന് ഓർക്കുക, മാസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആയതുകൊണ്ട് അതിനൊരു വ്യത്യാസവും വരുന്നില്ല എന്നുള്ളത് ഓർമ്മിരിക്കട്ടെ. വെയിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കുമ്പോൾ mg ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ പ്ലാനറ്റിലെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. അപ്പൊ m ഇൻറ്റു, പക്ഷെ gp നമുക്ക് എത്ര ആയിട്ട് തന്നിട്ടുണ്ട്? by 4 ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ വെയിറ്റ് ഡിവിഷൻ by 4 ആവും. അപ്പൊ എർത്തിൽ എന്താണ് വെയിറ്റ് ഉള്ളത് അതിന്റെ 1/4 ആയിട്ട് അവിടെ മാറും എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ what is your answer? Come on, quick everybody, for question number 19, what is the answer? Yes, come on. Everybody, please. So you get the answer as 1/4, but not mass. Yes, exactly. D is the answer. Weight becomes 1/4. So D is the answer. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും, പക്ഷെ NCERT വായിച്ചിരിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. പോളാർ സാറ്റലൈറ്റ്സ് ആർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സാറ്റലൈറ്റ്സ് are widely used for telecommunication, are used for environmental studies, go around the earth in a east-west direction, have a time period of rotation of 24 hours. And to keep in mind that answer is nothing but it is used for environmental studies most probably. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ സാധാരണ രൂപത്തിൽ ഉപയോഗിക്കുന്നത് മറന്നു പോകരുത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സുകളായിരിക്കും. പോളാർ സാറ്റലൈറ്റ്സിന്റെ ടൈം പീരീഡ് 24 അവേഴ്സ് അല്ല, ഒരു 24 അവേഴ്സിൽ 3 പ്രാവശ്യമെങ്കിലും എർത്തിന് റൊട്ടേറ്റ് ചെയ്യുന്നവയാണ് എന്നുള്ള കാര്യം മറക്കരുത്. അവയുടെ റൊട്ടേഷൻ പോൾ ടു പോൾ ആണ്, ഈസ്റ്റ് ടു വെസ്റ്റ് അല്ല എന്നുള്ള കേസും. സോ തേർഡ് ചോയ്സ് ഇസ് ദി ആൻസർ. നമ്പർ 21, എ ഗുഡ് ക്വസ്റ്റ്യൻ, പലപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇഫ് എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് r is immersed in a liquid, the liquid rises to a height of h. The corresponding mass of the liquid, column is small m, the mass of water that should rise in another capillary tube of twice the radius is. അപ്പൊ നമ്മുടെ കാപ്പിലറി റൈസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓക്കെ, ഇങ്ങനെ ഒരു ലിക്വിഡിൽ നമ്മളൊരു ട്യൂബ് ഇമേഴ്സ് ചെയ്തു, അവന്റെ റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ, ഒരു സിലിണ്ടർ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അവന് h എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് നമുക്ക് ഹൈറ്റ് വന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഉറപ്പായിട്ടും അതിലുള്ള മാസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു അവന്റെ വോളിയം ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പൊ വോളിയം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് അവന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് നമുക്ക് പറയാം.
അപ്പോൾ എം എന്ന് പറയുന്നത് റോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് രണ്ട് കേസസിലും നമുക്ക് r²h എന്ന് പറയാം. പക്ഷെ അപ്പോഴും ഓർക്കണേ, ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി അവന് തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, ടി സർഫസ് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട, റിവൈസ് ചെയ്യേണ്ട റിലേഷൻ ആണ് 2t cos theta division by r rho g. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ടി തീറ്റ ജി ആർ ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എച്ച് എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് പറയാം? ആർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ r² × 1/r ആയിട്ട് എടുത്തൂടെ? എന്ന് പറഞ്ഞാൽ മാസ് ഇൻ ദ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണെങ്കിൽ രണ്ട് കേസസിൽ നമുക്ക് m2/m1 എന്ന് പറയുന്നത് r2/r1 ആയിട്ട് എടുത്താൽ, രണ്ടാമത്തെ കേസിൽ റേഡിയസ് എന്ന് പറയുന്നത് r1 ആണെങ്കിൽ നമുക്ക് m2/m1 is equal to 2 എന്ന് പറയുമ്പോൾ m2 എന്ന് പറയുന്നത് 2 times of m1 എന്ന് പറഞ്ഞുകൂടെ? That is very important. എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ചോയ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. It is very important. Yes, A as the answer. Capillary rise. Surface tension എന്ന സാധാരണ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്, മറന്നു പോകരുത്. So question number 22. In a horizontal pipe of non-uniform cross-section, the water flows with a velocity of 1 meter per second, 1 meter per second at a point there that diameter that is given as is equal to 0.2 centimeter. The velocity of water at a point where the diameter of the pipe is 0.05 meter. അപ്പോൾ ഇത് മീറ്റർ തന്നെ. ഗുഡ്. അപ്പോൾ നമ്മുടെ ഏത് കോൺസെപ്റ്റ് ആണ്? സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ അത് ഓർപ്പിച്ച ഒരു കാര്യമാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നൊരു കൺസെപ്റ്റ്. എന്ന് പറയുമ്പോൾ നോൺ ക്രോസ് സെക്ഷൻ, നോൺ യൂണിഫോം ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇത് 1ഉം അത് 2ഉം ആയിട്ടാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയാം AV ഈസ് എ കോൺസ്റ്റന്റ്. രണ്ട് കേസസ് എന്ന് പറയുമ്പോൾ A1 V1 ഷുഡ് ഈക്വൽ ടു A2 V2 ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ A1 V1 ബൈ A2 ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് π × r² ആണ്. അത് തന്നെ നമുക്ക് π × d²/4 ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ d1² V1 ഡിവിഷൻ ബൈ d2² ആണ്. എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു d1 എന്ന് പറയുന്നത് ഡയമീറ്റർ 0.2 ആയിട്ടാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. The division by velocity എന്ന് പറയുന്നത് 1 ആണ്. d2 എന്ന് പറയുന്നത് 0.05² ആണ്. Come on, quick everybody. Yes, പെട്ടെന്നാവട്ടെ. Yes, you are exactly correct, and you get the answer as 16. That means E as the choice. So that is the question number 22. So dear one, we are with the question number 23. A spherical ball that diameter that is given as is equal to. അപ്പൊ ഡയമീറ്റർ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം മറക്കരുതേ, അത് നമ്മൾ റേഡിയസിലേക്ക് അത് മാറ്റണം. അപ്പൊ ഇവിടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിട്ടാണ് നമ്മളോട് പറയുന്നത്. 1 × 10⁻⁻², 1/2, അപ്പൊ 0.5 × 10⁻⁻² ആയിരിക്കും. That is dropped gently in a large tank containing viscous liquid of density 3 × 10⁻³ നമ്മുടെ ബോഡിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 5 × 10⁻³ and the coefficient of viscosity as 0.1 Newton/second m⁻⁻². The distance traveled by the ball moves in 1 second. ഈ after attaining terminal velocity. അപ്പൊ അവൻ ട്രാവൽ ചെയ്യുന്ന ടെർമിനൽ വെലോസിറ്റി VT എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ല. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി × ടൈം ആയിട്ട് എടുക്കുക. അപ്പൊ VT ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ റിലേഷൻ ഇല്ലേ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക അല്ലെ. ഈ റിലേഷൻ ഒന്ന് ഓർക്കുക. നമ്മൾ റിവിഷൻ പറഞ്ഞ സമയത്തും നമ്മൾ 100% ഈ പോയിന്റുകളെല്ലാം റിവൈസ് ചെയ്ത് പോയതാണ്. 2/9 × rho minus sigma × r² division by 9 eta × g. ഇതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 2/9 × എന്താണ്? റോ ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ് അല്ലെ.
5 into 10 to the power of 3 minus sigma എന്താണ് density of the liquid ആണ്. That is 3 into 10 to the power of 3 into what is the radius? Radius എന്ന് പറയുന്നത് നമ്മൾ ഡയമീറ്ററിനെ 6 ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ? So that is equal to 0.5 into 10 to the power of minus 2 square into that G എന്ന് പറയുന്നത് 10 ആണ്. Exactly that division by eta എന്ന് പറയുന്നത് 10 to the power of minus 1 ആയിട്ട് എടുക്കാം. നമ്മൾ exact ആയിട്ട് so 2 by 9 into 5 minus 3 എന്ന് പറയുമ്പോൾ 2 into 10 cube ആയിട്ട് നമുക്ക് എടുക്കാം. That 0.5 square എന്ന് പറയുമ്പോൾ 5 square ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് 25 into that is 10 to the power of minus 6 ആയിട്ട് എടുക്കാം. That 10 division by 10 to the power of minus 1 and exactly you get the value as is equal to 10 by 9. അപ്പോൾ വെലോസിറ്റി കിട്ടി കഴിഞ്ഞു. ഇനി അപ്പൊ ആ ലിക്വിഡിലൂടെ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട് ആയിട്ട് വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റി ദാറ്റ് ഈസ് 10 by 9 into 1 second എന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് യു ഗെറ്റ് ദ ആൻസർ as A. അപ്പം കുഞ്ഞുങ്ങളെ സാധാരണ രൂപത്തിൽ ടെർമിനൽ വെലോസിറ്റി നമുക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു പടിയൂടെ കടന്ന് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ടെർമിനൽ വെലോസിറ്റി വരുമ്പോൾ ഓർക്കണേ അവൻ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അവിടെ 0 ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ട് ആക്സലറേറ്റഡ് മോഷൻ അല്ല, എക്സാക്ട് ആയിട്ട് അവൻ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും നമുക്ക് മൂവ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമുക്ക് ആൻസറിലേക്ക് വന്നു ബൈ യൂസിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻടു ടൈം. വെരി ഗുഡ്, വെരി ഗുഡ്. So we can move with the next one, number 24. A stone of density 2000 kilogram per meter cube completely immersed in a lake is allowed to sink from rust. If the effect of friction is neglected, then after 4 seconds, the stone will reach a depth of. അപ്പോൾ ഒരു ലിക്വിഡ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ഒരു സ്റ്റോൺ ഉണ്ട്, ഓക്കെ, അവന് നമുക്ക് സർഫസിൽ നിന്ന് ഇങ്ങനെ വിട്ടെന്നിരിക്കട്ടെ. അപ്പം അവൻ 4 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ആണ് നമുക്ക് 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ S is equal to അവിടുത്തെ ആക്സിലറേഷൻ ഇൻ ദ ലിക്വിഡ് ഇൻടു ടി സ്ക്വയർ. ആക്സിലറേഷൻ ഒരിക്കലും G അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ഒരു ലിക്വിഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്ന് വെയിറ്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, യെസ് നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ട്. അവിടെ ഫ്രിക്ഷൻ അത് നെഗ്ലക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ഫോഴ്സ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസ് ഉള്ളത് നമ്മുടെ അപ്ത്രസ്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ട് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാറും. മീഡിയത്തിന്റെ അപ്ത്രസ്റ്റ് കൂടെ എടുത്താൽ ദാറ്റ് ആക്സിലറേഷൻ ബിക്കം G into 1 minus sigma by rho. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്, മറക്കരുത്. എഫക്റ്റീവ് ആയിട്ടുള്ള G എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നത് ഈ തരത്തിലായിരിക്കും. A is equal to G into 1 minus sigma by rho. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ ഡെൻസിറ്റിയും ദാറ്റ് റോ എന്ന് പറയുന്നത് സ്റ്റോണിന്റെ ഡെൻസിറ്റിയുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആക്സിലറേഷൻ എന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ദാറ്റ് ഈസ് G into 1 മൈനസ് നമ്മുടെ ലിക്വിഡിൻ്റെത് എന്ന് പറയാൻ വാട്ടർ അല്ലേ, അപ്പൊ ഒരു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെ. റോ എന്ന് പറയുന്നത് ഇവിടെ ബോഡിയുടെ ഡെൻസിറ്റിയാണ്. അത് എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്, 2000 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ 0 ക്യാൻസർ ആയി 1 minus 1/2 1/2 ആയി T/2 ആയിട്ട് മാറും. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് S കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് നമുക്ക് പറ്റുന്നത്? കമാൻ ക്വിക്ക്. ദാറ്റ് ഈസ് S is equal to half into acceleration. What is the acceleration? You get the value G/2 into time എത്രയാണ് 4 square ആയിട്ട് അല്ലെ. So that is equal to പെട്ടെന്നാവട്ടെ. യെസ്, G എന്ന് പറയുന്നത് നമുക്ക് 9.8 division by 4 into 4 square. അപ്പൊ ഒരു 4 ക്യാൻസൽ ആയിട്ട് മാറി. Yes. So that is equal to, we get the answer as 4 into 9.8. So 4 into 9.8. You get the answer exactly. We can say as is equal to B as the answer. അപ്പോൾ നമുക്ക് 40യുടെ അടുത്ത ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 39.2 B as the answer. So very good question, very good concept. Yes, exactly. You are okay. Good, very good. നോക്കൂ, നമ്പർ 25. നമ്മൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലേക്ക് പോവുകയാണ്.
അപ്പോൾ ചില വർഷങ്ങളിലൊക്കെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഹീറ്റിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടുതലാണ്, കൈനറ്റിക് തിയറിക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കൈനറ്റിക് തിയറി മിനിമം കണ്ടന്റേ ഉള്ളൂ, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അവസാനവട്ട പ്രിപ്പറേഷനിൽ നിങ്ങളുടെ മനസ്സിൽ വരണമേ. A metallic bar of coefficient of linear expansion 10 to the power of -5. So alpha എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 10 to the power of -5 is heated from 0 degree Celsius to 100 degree Celsius. അപ്പോൾ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് 100 ആണെങ്കിൽ the percentage increase in length ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, the variation of length with temperature എന്ന് പറയുന്നത് L0 into 1 plus alpha into delta theta. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, that L0 plus L0 alpha delta theta. So L minus L0 take the value as is equal to L0 alpha delta theta. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവിഷൻ ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 100%. ദാറ്റ് ഈസ് ദ വി നീഡഡ് ആസ്പെക്ട്. എന്ന് പറഞ്ഞാൽ അത് ആൽഫ ഡെൽറ്റ തീറ്റ ഇൻറ്റു 100%. എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 to the power of -5 ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന 100 ഇൻറ്റു 100 10 to the power of 4. That means 10 to the power of -1 എന്ന് പറഞ്ഞാൽ 0.1%. So exactly we get the answer as a choice. അപ്പോൾ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അവിടെ നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിഫാൻസ് ലായോ അല്ലെങ്കിൽ വിയൻസ് ഡിസ്പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങോ, മൂന്നെണ്ണത്തിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, നോ ഡൗട്ട് അറ്റ് ആൾ. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 26. Two perfectly black spheres A and B, that A and B have radii that RAS is equal to 8 centimeter and RB take the value as 2 centimeter, are maintained at a temperature that is equal to 127. മറന്നു പോകരുത്, അതിന്റെ കൂട്ടത്തിൽ നമ്മളെ കെൽവിനിലേക്ക് മാറ്റാൻ. കാരണം സ്റ്റിഫാൻസ് ലോ എല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് അബ്സലൂട്ട് ടെമ്പറേച്ചറിലാണ് എന്നുള്ള കാര്യം. അതേപടി നമ്മുടെ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 527 plus 273. സോ എക്സാക്ട്ലി നമുക്ക് പറയാം ദാറ്റ് 800 Kelvin. The ratio of energy radiated by A to that by B per second. An amount of energy radiated per time per unit area എന്ന് പറയുന്നതാണ് സിഗ്മ ഇൻറ്റു 4th power of temperature. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് സിഗ്മ ടി റേസ് ടു 4 എഴുതിയാൽ നമുക്ക് എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് ഒരു 1 സെക്കൻഡിൽ എങ്ങനെയായിട്ട് നമുക്ക് എഴുതാം, സിഗ്മ എ ഇൻറ്റു ടി റേസ് ടു 4. അങ്ങനെയാണെങ്കിൽ രണ്ട് സിറ്റുവേഷനുകളിൽ E1/E2 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ E1/E2 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഒരു സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം 4πr² ആണ് അല്ലെ. അപ്പോൾ RA square TA raised to 4 by RB square then TB raised to 4. So that is equal to. അപ്പൊ അങ്ങനെയാണെങ്കിൽ what we can do it, RA by RB, RA by RB square ആണ്. RA എന്ന് പറയുന്നത് 8 ആണ്, 8/2 square ആണ്. ഇനി TA by TB, TA is 400, that division by 800, that raised to 4 ആണ്. So 4 square into 1/2 raised to 4. So that is very important. 4 square എന്ന് പറയുമ്പോൾ നമുക്കറിയാം 16 division by 2 raised to 4 is 16. So you get the answer as 1:1. That means B is the answer. അപ്പോൾ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ്, മറന്നു പോകരുത്. വീണ്ടും ലോസ് ഓഫ് കൂളിംഗ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 5 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്താൽ അത് 4 കൊല്ലവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്റ്റുകളുണ്ട്, മറന്നു പോകരുത്. ഹോട്ട് വാട്ടർ ഇൻ എ വെസൽ ഈസ് കെപ്റ്റ് ഇൻ എ റൂം, cools from 70 to 65 degree in T1 minutes and from 65 to 60 degree in T2 minutes, from 60 to 55 degree in T3 minutes. Then എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ദ സറൗണ്ടിങ് ടെമ്പറേച്ചർ. ആപ്ലിക്കബിൾ ആകുന്നത്
ബോഡിയുടെ ടെമ്പറേച്ചർ സറൗണ്ടിങ് ടെമ്പറേച്ചറുമായിട്ട് അത്ര കണ്ട് വ്യത്യാസമില്ലെങ്കിൽ, അപ്പൊ അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ് that rate of cooling dt by dt is equal to a constant into that temperature of the body. ഇവിടെ ഒരു റേഞ്ച് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവയുടെ ആവറേജ് നമുക്ക് കൺസിഡർ ചെയ്യാം മൈനസ് ദാറ്റ് θ0 സറൗണ്ടിങ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ഓരോ കേസായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. that is dt by dt എന്ന് പറയുമ്പോൾ 70 minus 65 by that time t1 എന്ന് പറയുന്നത് that constant into that is 70 plus 65 that division by 2 minus θ0. so that is 70 minus 65 നമുക്ക് 5 ആയിട്ട് എടുക്കാം by t1 എന്ന് പറയുന്നത് k into that is 70 plus 65 by 2 നമുക്കത് 67.5 മൈനസ് θ0 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് t1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് t1 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 5 ഡിവിഷൻ ബൈ k ഇൻറ്റു ദാറ്റ് 67.5 മൈനസ് θ0. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടൈം ഇന്റർവെൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കി. കാരണം അടുത്തതും 65 to 60 അല്ലേ. അപ്പൊ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ത് തന്നെ 5 ആണ് അല്ലെ. പിന്നെ ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് നോക്കിയാൽ പോരെ. അവിടെ എത്രയാ 65 plus 60 by 2. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എത്ര പറയാം 62.5 മൈനസ് θ0. അങ്ങനെയാണെങ്കിൽ t3 എന്ന് പറഞ്ഞേ. t3 എങ്ങനെ പറയാം. വീണ്ടും ഡിഫറൻസ് ടെമ്പറേച്ചർ 60 to 55 അല്ലേ. അപ്പൊ അത് എത്ര ആയിട്ട് കിട്ടി 5 തന്നെയാണ്. then k into come on everybody, come on, very good, come on. അപ്പൊ നമുക്ക് ആവറേജ് ടെമ്പറേച്ചർ എടുത്തേ 60 to 55 അല്ലെ. അപ്പൊ 60 plus 55 by 2. അപ്പൊ നമുക്ക് എക്സാക്ട്ലി 57.5 മൈനസ് θ0. അപ്പൊ ഇതാണ് ടൈമിന്റെ കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എല്ലാ ന്യൂമറേറ്ററും കോൺസ്റ്റന്റ് അല്ലെ. ഡിനോമിനേറ്ററിലാണ് വേരിയേഷൻ വരുന്നത് അല്ലെ. അത് ഈ ഡിഫറൻസിലാണ്. അതിൽ θ0 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ വാല്യൂ കുറവാകുമ്പോൾ ഈ ഡിനോമിനേറ്റർ കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ടോട്ടൽ ആയിട്ട് കൂടുതലായിരിക്കും. ആ കൺസെപ്റ്റ് ഓർക്കുക. അപ്പൊ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഏത് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റും. Come on everybody, please sense the answer. Very good, very good. Exactly, you are right. Come on everybody. Are you legible കുഞ്ഞുങ്ങളെ? ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കൃത്യതയോടെ? അപ്പൊ നമുക്ക് ഇതിന് എക്സാക്ട് ആയിട്ട് ഏത് ചോയ്സ് പറയാം. Come on everybody. നമ്മുടെ ഡിനോമിനേറ്റർ ആണ് പിൻ പോയിന്റ് ചെയ്യേണ്ടത്. ആ ഡിനോമിനേറ്ററിലെ ഡിഫറൻസ് ആണ് വരുന്നത്. അതിലെ ഒരു വാല്യൂ എല്ലാത്തിനും സെയിം ആണ്. യെസ്, വെരി ഗുഡ്, എക്സാക്ട് ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം. t3 57.5 ആണ്, ഇത് 62.5 ആണ്. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് റഫ്ലി എടുക്കും നിങ്ങളുടെ മനസ്സിലേക്ക്. ഇത് 10 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 52.5 വരും. ഇവിടെ 10 ആണെങ്കിൽ അത് എത്ര വരും നമുക്ക്. യെസ്, 47. അപ്പൊ ഇതിവിടെ കുറയുകയാണ്. അപ്പൊ കുറയുന്നിടത്ത് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ t3 എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. യെസ്, സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. അങ്ങനെ വരുമ്പോൾ എക്സാക്ട് ആയിട്ട് നമുക്ക് 27ന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ചോയ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. യെസ്, കുഞ്ഞുങ്ങളെ ലെജിബിൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? യെസ്, വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 28. നോക്കൂ. The zeroth law of thermodynamics leads to the concept of. Give the answer so quickly, please. What is your answer? Come on. So, dear one, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. വെരി ഗുഡ്, വെരി ഗുഡ്. ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് ഡീൽ ചെയ്യുന്ന കേസാണ്. മറന്നു പോകരുത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആസ്പെക്ട്സ് ആണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത്. വെരി ഗുഡ് എവരിബഡി, യു ആർ ഓക്കെ. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, ദ കൺസെപ്റ്റ്സിൽ യു ആർ സോ ഗുഡ്. അടുത്തത് വളരെ ഈസി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ കാർനോട്ട് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീം എഞ്ചിന്റെ ഒക്കെ റെഫ്രിജറേറ്ററിന്റെ എഫിഷ്യൻസിയും അതോടൊപ്പം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസും ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക. The Carnot cycle of reversible heat engine consists of. What is your answer? Come on, quick, everybody.
Come on. Come on, everybody. How much number of isothermal, how much number of adiabatic processes are there? Come on, everybody. Come on, everybody. Yes, exactly. Two isothermal processes. Isothermal expansion, good. Adiabatic expansion, isothermal compression, adiabatic compression. അപ്പോൾ ടു ഐസോതെർമൽ പ്രോസസ്സും ടു അഡയാബാറ്റിക് പ്രോസസ്സും കൂടെ ചേർന്നതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി എക്സാക്ട് ആൻസർ. Look the question number 30. That is good. The two equal masses hung from two massless springs of spring constants K1 and K2 have equal maximum velocity when executing simple harmonic motion. The ratio of their amplitude. നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇപ്പൊ ഒരു സ്പ്രിംഗ് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √m/√k ആയിരിക്കും അല്ലെ. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ പറയുന്നത് രണ്ടിനും മാക്സിമം വെലോസിറ്റി v1ന്റെ മാക്സിമം വെലോസിറ്റിയും v2ന്റെ മാക്സിമം വെലോസിറ്റിയും ഈക്വൽ ആണ് എന്നാണ് പറയാം. അപ്പം നമുക്കറിയാം വെലോസിറ്റിയുടെ റിലേഷൻ എന്ന് പറയുന്നത് ω × (a²-x² ആണ്. അപ്പൊ മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ മീൻ പൊസിഷനിലാണ് അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ എഴുതാം ω × a ആണ്. അപ്പൊ ഇവിടെ രണ്ട് കേസസിനായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉറപ്പിച്ചു പറയാം that is a1 ω1 it should equal to a2 ω2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് a1/a2 എന്ന് പറയുന്നത് ω2 ഡിവിഷൻ ബൈ ω1 എന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടെയും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ω2 എന്ന് പറയുന്നത് 2π/T2 ആയിരിക്കും. ω1 എന്ന് പറയുന്നത് 2π/T1 ആണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈം പീരീഡ് 1 ടൈം പീരീഡ് 2 എന്നാണ്. പക്ഷെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അവിടെ ഒരേ മാസാണ്, 2 ഈക്വൽ മാസസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു 1/√k ആണ് അല്ലെ. അപ്പൊ T1/T2 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് എങ്ങനെ പറയാം? √T ഇൻവേഴ്സ്ലി ആണ്. യെസ്. അപ്പൊ നമുക്ക് K2 ഡിവിഷൻ ബൈ K1 ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എക്സാക്ട് ആയിട്ട് യു ഗെറ്റ് ദ ആൻസർ ആസ് ദ ഫോർത്ത് ചോയ്സ്. യെസ്, റിയലി ഗുഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളെ നമ്മൾ യോജിപ്പിക്കേണ്ടി വന്നു. ഒന്ന് വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് എക്സ്, മാക്സിമം വെലോസിറ്റി വരുമ്പോൾ ഓർക്കുക ω × a, ആൻഡ് ദെൻ ദ ടൈം പീരീഡ് റിലേഷൻ ആസ് T is equal to 2π × √m/k. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. നോക്കൂ നമ്പർ 31. To simple harmonic motion, the simple harmonic motion of a particle is given as x is equal to a sin 2πt. Then the location of the particle from its mean position at a time. അപ്പോൾ സമയം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? 1/8. സോ നമുക്ക് സമയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഏത് തരത്തിലേക്ക് മാറി? 2 ക്യാൻസൽ, π/4 ആയി മാറി അല്ലെ. എന്താണ് π/4ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സൈൻ 45 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് എങ്ങനെ പറയാം? യു ഗെറ്റ് ദ ആൻസർ ആസ് ദാറ്റ് സി ചോയ്സ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അതേപടി തന്നിട്ടുണ്ട്. ലൊക്കേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമയമാണ് നമുക്ക് 1/8 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ആംഗിൾ കിട്ടി, സൈൻ 45 ആണ്, ദാറ്റ് ഈസ് a/√2 ആൻഡ് യു ഗെറ്റ് ദ ആൻസർ. സോ നമ്മൾ 31 ക്വസ്റ്റ്യനും very good C as the answer. So we can move with the question number 32. നല്ലൊരു ആസ്പെക്ട് ആണ്. നമ്മുടെ സിമ്പിൾ പെൻഡുലവുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. The time period of a simple pendulum of length L is equal to √5 meter suspended in a car moving with. അപ്പൊ ഒരു സിമ്പിൾ പെൻഡുലം ആണ്. അത് ആക്സിലറേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറക്കരുത് അവിടെ G എന്ന് പറയുന്ന ഒരു ആക്സിലറേഷൻ താപ്പോട്ടുണ്ട്. ഇൻ എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് റോഡ് ഈസ്. അപ്പൊ അവന്റെ ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെസ്,
നോക്കി. അപ്പോൾ അവിടെ സാധാരണ രൂപത്തിൽ നമ്മളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √L/G ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ജിക്ക് പകരം എഫക്റ്റീവ് ജി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ആക്സലറേഷൻ വെർട്ടിക്കലി ഉള്ളതിനോടൊപ്പം തന്നെ ഹൊറിസോണ്ടലി നമുക്കൊരു ആക്സലറേഷൻ ഉണ്ട്. അപ്പൊ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് യെസ് നമ്മളുടെ വെക്ടർ സം ആയിട്ട് എടുക്കുമ്പോൾ a² + g² എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ നമുക്ക് 5 എന്നാ തന്നിരിക്കുന്നത് അല്ലെ. ജിയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് 10² ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √25 + 100 ആണ്. എന്ന് പറഞ്ഞാൽ √125. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ 25 × 5 ആയിട്ട് എടുത്താൽ 5√5 ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ജി എഫക്റ്റീവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π × √ലെങ്ത്. ലെങ്ത് എത്രയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. That is equal to √5, that division by that, come on everybody, very good, very good. Yes, 5√5. So നമുക്ക് cancel ആക്കി എടുക്കാം. So that is equal to 2π, that division by √5. That means A as the answer. Very good. Yes, very good. Exactly, you're right. Good, good. Yes, ചിലർക്ക് സ്റ്റെപ്പിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്പർ 33. The apparent change in frequency of sound due to the relative motion between the observer and the source of sound is called. Come on, give the answer. Come on, quick, everybody. Please message me. Good, very good, very good, very good. So read the question number 33 and give the answer. Exactly, you're right. Good, good. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ. അപ്പൊ റിലേറ്റീവ് മോഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, അവിടെ ഒബ്സർവറും നമ്മുടെ സോഴ്സും ഒരു കാരണവശാലും കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാകരുത്, റെസ്റ്റിലാകരുത്, പെർപെൻഡിക്കുലർ മോഷൻ സംഭവിക്കരുത്. യു ആർ എക്സാക്ട്ലി റൈറ്റ്. യുവർ ആൻസർ ഈസ് എ ആസ് ദ കറക്റ്റ് വൺ. We can move with the question number 34. Pick out the condition which is not required for the formation of stationary waves. വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ആണ്. The medium on which waves are formed should be bound medium. ഇവിടെ not required എന്നുള്ള ആസ്പെക്ട്സ് ആണ് കേട്ടോ, സൂക്ഷിക്കണം. Both the waves should have same frequency. Both the waves should have same velocity. The waves should travel in same direction. Both the waves should have same wavelength. Frequency, velocity ആകുമ്പോൾ ഉറപ്പായിട്ട് wavelength സെയിം ആയിരിക്കും. ഒരെണ്ണം ബൗണ്ട് സിസ്റ്റവും ആയിരിക്കണം. മക്കളെ ഒരു കാര്യം, നമ്മുടെ ഒരു സ്ട്രിങ്ങിൽ ഒരു സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുമ്പോൾ അപ്പോ മൂവ് ചെയ്യുന്ന വേവ് വന്ന് എക്സാക്ട്ലി ഇടിച്ച് റിഫ്ലക്ട് ചെയ്യുന്നതുമായിട്ട് ചേർന്നാലും അവിടെ സ്റ്റാൻഡിങ് വേവ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധപൂർവമായിട്ട് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെന്നില്ല എന്നുള്ളത്. സോ ഡി എസ് ദി ആൻസർ. വി can move with the question number 35. A good question is waiting for you. A good question. ശ്രദ്ധിച്ച്. The harmonic mode which resonates with a closed pipe, ഓർക്കണേ ക്ലോസ്ഡ് പൈപ്പ് ആണ്. അവയുടെ ലെങ്ത് എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. And are excited by a frequency f is equal to 1875 Hz. Yes. The number of notes present in it respectively. അപ്പൊ ഇതിന്റെ ഒരു ഹയർ ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. എത്ര ഹാർമോണിക് ആണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഓപ്പൺ പൈപ്പ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ എത്ര ഹാർമോണിക് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്പർ ഓഫ് നോട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ലെങ്ത് അറിയാം, അവന്റെ സ്പീഡ് അറിയാം, അവന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് പൈപ്പിന് അത് V/4L അല്ലേ. അപ്പൊ V എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി 330 തന്നിട്ടുണ്ടല്ലോ. 4 into നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 0.22 ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് F1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
സോ ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? നമുക്ക് F1 അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കാമല്ലോ. നമ്മൾ ഇപ്പൊ സ്വാഭാവികപരമായിട്ടും എന്ത് ഹാർമോണിക് ആണെങ്കിൽ n into F1 ആയിരിക്കത്തില്ലേ ഇവിടെ 1875. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് 1875/F1 ആയിട്ട് എടുക്കാം. നമുക്ക് F1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 330 ഡിവിഷൻ ബൈ 4 into 0.2. സോൾവ് ചെയ്യുക. You get the value for n is equal to 5. So ഫിഫ്ത്ത് ഹാർമോണിക് എന്നൊരു ആസ്പെക്ട്സിലേക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്ലോസ്ഡ് പൈപ്പ് വരുമ്പോൾ മറന്നു പോകരുത് 1, 3, 5, 7, 9 ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുതേ. പക്ഷെ അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, അങ്ങനെ വരുമ്പോൾ തന്നെ ആൻസർ ആയി കഴിഞ്ഞു അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത മനസ്സിൽ വരേണ്ടത് ഒരു ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സെക്കൻഡ് ഹാർമോണിക് വരുമ്പോൾ നോക്കിക്കോ, വളരെ കൃത്യതയോടെ ഓർക്കുക, ഇതാണ് അവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് അവിടെ വരിക. അപ്പൊ 2 ഹാർമോണിക് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഫണ്ടമെന്റലിന് 1, തേർഡ് ഹാർമോണിക്കിന് 2. അപ്പൊ ഫിഫ്ത്ത് ഹാർമോണിക്കിന് എത്രയായിരിക്കും? കമാൺ എവരിബഡി. യെസ്, യുവർ ആൻസർ ഈസ് വെയിറ്റിംഗ്. കമാൺ. How much notes are possible there? How much notes are possible? Very good, very good. You are okay. Good, good. Exactly, you are right. Good. അപ്പം നമുക്ക് ഫ്രീ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആകുന്ന സ്ഥലം അല്ലെ, പ്രഷർ മാക്സിമം ആകുന്നിടം. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് നമുക്ക് പറയാം യെസ്, ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് ഓൾറെഡി നമുക്ക് കിട്ടി. അവിടെ 3 നോട്ട്സ് ആണ് പോസിബിൾ ആകുന്നത്. സോ 1, 1, 2, 3. സോ എക്സാക്ട് ആയിട്ട് നമുക്ക് ഈ ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. നമ്പർ 36. So dear students, listen to me for a moment. അപ്പോൾ നമ്മള് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വിത്ത് ഗോഡ്സ് ഗ്രേസ്. സോ വി ആർ മൂവ് ഓൺ ടു 72-ൽ 35 ക്വസ്റ്റ്യൻസ് പ്ലസ് 1-ലായിരുന്നു. 2020-ലും ആ ഒരു കൺസെപ്റ്റിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. എക്സാക്ട് ആയിട്ട് 49% ഓഫ് ദ ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം പ്ലസ് 1. അപ്പൊ അടുത്ത സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് വീണ്ടും 37 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളെ, ജസ്റ്റ് ഫോർ ചാറ്റിംഗ്, ആർ യു കംഫർട്ട് വിത്ത് മൈ ലാംഗ്വേജ്? എലിജിബിൾ ആണോ? കോൺസെപ്റ്റ്സ് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? പ്ലീസ് മെസ്സേജ് മീ ഫോർ എ മൊമെന്റ്. പ്ലീസ് എവരിബഡി, പ്ലീസ് മെസ്സേജ് മീ. എല്ലാ സ്റ്റുഡൻസും ഒരു ഹായ് പറഞ്ഞേ. കമാൻ. എക്സാക്ട് ആയിട്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എക്സാമിനേഷൻ ഹാൾ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യരുത്. കാരണം നിങ്ങൾ ഇനിയുള്ള ഒരു 3 ദിവസം 2.5 മണിക്കൂർ ഒറ്റ സീറ്റിലിരുന്ന് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകേണ്ട കുട്ടികളാണ്. അത് മറന്നു പോകരുത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, ഇന്നും നാളെയും മറ്റന്നാളും ഈ 3 ഡേയ്സ് എക്സാക്ട് ആയിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ പറഞ്ഞിരിക്കുന്ന സമയമെങ്കിലും മിനിമം 2.5 മുതൽ ഒരു 3 അവർ എക്സാക്ട്ലി മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു 9:30 to നമുക്ക് 12:30 വരെയും അതോടൊപ്പം ഒരു 2 to 5 വരെയും നിർബന്ധപൂർവം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ അനങ്ങാതിരുന്ന്, എന്ന് വെച്ചാൽ മൂവ്മെന്റ് അല്ലാത്ത രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്നാൽ മാത്രമേ ഏറ്റവും പ്രധാന രൂപത്തിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ എന്താ പറയാ, ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് ഒക്കെ വരേണ്ടി വരും. അപ്പോ എക്സാക്ട് ആയിട്ട് സ്റ്റഡി ടേബിളില് വെള്ളം മാത്രം മുന്നിലൊരു ബോട്ടിലിൽ വെച്ചിട്ട് അത് നിങ്ങൾ എക്സാക്ട് ആയിട്ട് പോകുന്ന തരത്തിൽ തന്നെ. പിന്നെ ആരെങ്കിലും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധപൂർവ്വം മനസ്സിൽ ഓർക്കേണ്ട ഒരു പോയിന്റ്,
ഈ പറഞ്ഞ തരത്തിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ ഗ്ലൗസ് ഇടുമ്പോഴുള്ള ഒരു പ്രോബ്ലം, ഉള്ളില് നന്നായിട്ട് വേർക്കും. അപ്പൊ അതെല്ലാം നമുക്ക് പ്രാക്ടീസ്ഡ് ആകണം. അപ്പം 1-2 പ്രാവശ്യമെങ്കിലും ഗ്ലൗസ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അത് നിർബന്ധപൂർവ്വം ദയവ് ഇത് ശ്രദ്ധിക്കുക. പിന്നെ അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു ചെറിയ കാര്യങ്ങളൂടെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി നാളെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഓപ്റ്റിക്സിന്റെ റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പം നാളെ നമുക്ക് മോഡേൺ ഫിസിക്സിൻ്റെത് ഇതേപോലെ 10 മണിക്കുള്ള ലൈവിലായിരിക്കും. അതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് വേണ്ടി ഈ എക്സാമിനേഷനിൽ ഹാളിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആൻസർ ഷീറ്റിന്റെ ഒരു പകർപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിമം സമയത്ത് കാണിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ 10 മണിക്കുള്ള ക്ലാസ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, ശ്രദ്ധിക്കുക. നോക്കൂ, നമ്പർ 36. ഓക്കെ, പലരും ക്വസ്റ്റ്യൻ വായിക്കാതെ ആൻസറിലേക്ക് വന്നു കേട്ടോ. അത് പാടില്ല, കൃത്യതയോടെ ശ്രദ്ധിക്കണമായിരുന്നു. The force between 2 point charges is placed in a material medium of dielectric constant epsilon r is F. അപ്പൊ ഒരു മീഡിയത്തിൻ്റെതാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതാണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൃത്യതയോടെ പറയാം, that is 1/4 pi epsilon into q1 q2 division by r square. അപ്പോൾ അത് എപ്സിലോൺ ആറിന്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എപ്സിലോൺ 0 എപ്സിലോൺ r into q1 q2 division by r square. മറന്നു പോകരുത്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഫോർ ദ മീഡിയം ബൈ എയർ ആണെന്നുള്ള ആസ്പെക്ട്. എന്നിട്ട് പറയാണ്, ഇഫ് ദ മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ്. അപ്പൊ നമുക്ക് എഫ് ഡാഷ് ആയിട്ട് അത് എടുത്താൽ അവിടെ എയർ എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. സോ q1 q2 ഡിവിഷൻ ബൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇവന്റെ വാല്യൂ ആണ്. അപ്പൊ എപ്സിലോൺ ആർ അങ്ങോട്ട് കയറി, സ്വാഭാവികപരമായിട്ടും എപ്സിലോൺ ആർ എഫ് ആയിട്ട് വന്നു. അപ്പോ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എ ആണ് ചോയ്സ്. പക്ഷെ പല കുട്ടികളും ചോദ്യം വായിക്കാതെ സി ആണ് ആൻസർ ആയിട്ട് പെട്ടെന്ന് പ്രഖ്യാപിച്ചു. അതൊരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത്. ക്വസ്റ്റ്യൻ വായിക്കണം. പലരും റിപ്പീറ്റേഴ്സ് ആയിരിക്കാം, ചിലര് +1 +2 ലോങ് ടൈം അറ്റൻഡ് ചെയ്ത കുട്ടികളായിരിക്കാം. മുൻവിധി പാടില്ല. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം, ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ, നിർബന്ധപൂർവ്വം. So you get the answer as A as the answer exactly. So we can move with the next one, number 37. The electric field strength in Newton per coulomb that is required to just prevent a water drop carrying a charge of 1.6 into 10 to the power of -19 coulomb falling under gravity. ഇവിടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.0016 ഗ്രാം ആണ്. അപ്പൊ 10 to the power of -3 കിലോഗ്രാം. എപ്പോഴും ഓർക്കണേ, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ക്യൂ എന്ന് പറയുന്ന ചാർജ് ഉള്ളത് ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇ ആയിരിക്കും. അപ്പോൾ ഇവിടെ വെയിറ്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുതരത്തിൽ ആ ഫോഴ്സ് ആണ് നമുക്ക് ക്യൂ ഇ ആയിട്ട് വരിക. എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാം, ക്യൂ ഇ എന്ന് പറയുന്നത് എം ജിക്ക് തുല്യമായിട്ട് നമുക്ക് പറയാൻ വരും. അങ്ങനെയാണെങ്കിൽ ഹൗ വി ഗെറ്റ് ദ വാല്യൂ ഫോർ ഇ? സിമ്പിൾ ആയിട്ട് നമുക്ക് എം ജി ബൈ ക്യൂ ആയിട്ട് എടുത്താൽ മതിയാവും. മാസ് എന്ന് പറയുന്നത് സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 1.6 into 10 to the power of -6 ആയിട്ട് മാറുകയാണ്. That much into that g is given as 9.8 division by that charge is nothing but equal to 1.6 into 10 to the power of -19. So അങ്ങനെയാണെങ്കിൽ 9.8 into 10 to the power of -6 plus 19. So that is equal to 9.8 into 10 to the power of plus 13. That means exactly, you are right. Come on, give the answer. Yes, D choice is the answer. Very good, very good. So that is electrostatics ലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ വരികയാണ്. A cylinder of radius r and length L is placed in a uniform electric field of intensity E acting parallel to the axis of the cylinder. The total flux over curved surface area.
അപ്പൊ അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും എൻക്ലോസ് ചെയ്യപ്പെടുന്ന ചാർജ് ഡിവിഷൻ ബൈ എപ്സിലോൺ 0. അപ്പൊ ഈ ഒരു സിലിണ്ടറിനകത്ത് എക്സാക്ട്ലി ദയർ ഈസ് നോ ചാർജ് എൻക്ലോസ്ഡ്. അതുകൊണ്ട് തന്നെ ഫൈ എന്ന് പറയുന്നത് 0 ആണ്. ഈ ആണ് ആൻസർ. പക്ഷെ മറ്റൊരു അർത്ഥത്തിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സർഫസിന്റെ ഏരിയാസ് നമ്മൾ മനസ്സിലാക്കിയാൽ ദിസ് ഈസ് A1 ആൻഡ് ദിസ് കർവ്ഡ് ഏരിയ A2 ആൻഡ് ഈ എൻഡിലുള്ള ഏരിയ A3 എടുത്താൽ ആ മൂന്നിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ആയിട്ടുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് φ1 പ്ലസ് φ2 പ്ലസ് φ3 ആയിട്ട് നമുക്ക് എടുക്കാം. എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആക്സിസിലായിട്ടായതുകൊണ്ട് ഇ എ കോസ് θ1 പ്ലസ് ഇ എ ടു ഓക്കെ കോസ് θ2 പ്ലസ് EA3 ആസ് കോസ് θ3 ആ തരത്തിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഏരിയയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ 0 ആംഗിൾ ആണ് അല്ലെ. കോസ് 0 എന്തായിട്ട് നമുക്ക് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് EA2 ഇൻറ്റു ഈ ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ കോസ് 90 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് മാറും. ദെൻ EA3 അവിടെ ഏരിയ വെക്ടറും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിട്ട് മാറി? എക്സാക്ട് ആയിട്ട് 180 ഡിഗ്രി ആയി. അപ്പൊ കോസ് 180 എത്രയായിട്ട് മാറും? -EA ആയിട്ട് മാറും. അപ്പൊ ഈ രണ്ടും ഒരേ ഏരിയ ആയതുകൊണ്ട് രണ്ടും ക്യാൻസൽ ആയി. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ളത് 0 ആയിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ആൻസർ 0യിലേക്ക് വരാം. ഓർത്തിരിക്കുക. നമ്പർ 39 വളരെ മീനിങ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കണ്ടക്ടർ വിത്ത് എ ക്യാവിറ്റി ഈസ് ചാർജ്ഡ് പോസിറ്റീവ്ലി and its surface charge density is sigma. If E and V represent the electric field and potential, then inside the cavity electric field and the potential and the ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് നമ്മുടെ ഗോസസ് തിയറത്തിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പോ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ചാർജ് ഡിവിഷൻ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പൊ ഇൻസൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗേഷ്യൻ സർഫസ് എടുത്താൽ അതിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യപ്പെടുന്ന വാല്യൂ Q0 ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മറ്റൊരു ആസ്പെക്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്കറിയാന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ മറന്നു പോകരുത്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആകും. എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യലും ഇനിഷ്യൽ പൊട്ടൻഷ്യലും എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേക്ക് ദ സെയിം വാല്യൂ ഓൺ ഇറ്റ്സ് സർഫസ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 39 നമുക്ക് ഈ ചോയ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒത്തിരി ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുതേ. നമ്പർ 40 ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എബൌട്ട് എ പോസിറ്റീവ് പോയിന്റ് ചാർജ് ആർ. ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് വരുമ്പോൾ അത് റേഡിയലി ഔട്ട്വേർഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 40 വി ക്യാൻ ടേക്ക് ദ ആൻസർ ആസ് എ ചോയ്സ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റുന്ന വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പോ ചോദിച്ചത്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 41. വളരെ ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചിരിക്കുക. നോക്കൂ. An ammeter, voltmeter and a resistor are connected in series to a cell and the readings are noted as I and V. If another resistor capital R is connected in parallel with the voltmeter, then അപ്പോൾ നമുക്ക് ആദ്യം അതിനെ കണക്ട് ചെയ്യാം. അമീറ്റർ സാധാരണ സർക്യൂട്ടിലും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ വോൾട്ട്മീറ്റർ സീരീസ് അല്ല, പക്ഷെ ഇവിടെ സീരീസ് ആണെന്നാണ് നമ്മളോട് പറയുന്നത്. സോ വി ക്യാൻ കണക്ട് ലൈക്ക് ദിസ്. സോ ഇവിടെ നമുക്ക് ഒരു എസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യും. എസ് എന്ന് വിചാരിക്കാം, ഒരു സെല്ലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസിൽ അതിലൂടെ ഫ്ലോ ചെയ്യപ്പെടുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 ആയിട്ട് നമുക്ക് എടുത്താൽ, അപ്പൊ EMF E ആണെങ്കിൽ അവിടുത്തെ ഡിവിഷൻ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ അമീറ്റർ പ്ലസ് റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ട്മീറ്റർ പ്ലസ് എസ്. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയാം. എന്നിട്ട് രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് if another resistor capital R is connected in parallel with the voltmeter,
അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് കേസ്. എന്ന് പറയുമ്പോൾ സെക്കൻഡ് സർക്യൂട്ടിൽ വരുമ്പോൾ വ്യത്യാസം വരുന്നത് വോൾട്ട് മീറ്ററിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ ഈ ആർവിക്ക് പാരലായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്, പാരലൽ നെറ്റ്വർക്ക് വരുമ്പോൾ അവിടെ ഉള്ളതിന്റെ മിനിമം വാല്യൂയിലേക്ക് മാറുകയാണ് അല്ലെ. അപ്പൊ അവിടെ ആർ എന്ന് പറയുന്നതാണ് കൊടുക്കുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1/V' പ്ലസ് 1/RV' പ്ലസ് 1/R' ആയിട്ട് മാറുക അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും പാരലൽ കോമ്പിനേഷനിലെ എഫക്റ്റീവ് അവിടെയുള്ള ഇൻട്യൂലുകളിനേക്കാളും കുറയുന്നത് കൊണ്ട്, അപ്പൊ സ്വാഭാവികപരമായിട്ടും ശ്രദ്ധിക്കുക എന്തായിരിക്കും നമുക്ക് ആൻസറിലേക്ക് നമ്മൾ വരിക. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഉറപ്പായിട്ടും കറണ്ട് ഷുഡ് ഇൻക്രീസ്. സോ ദാറ്റ് ഈസ് ആസ്പെക്ട്. എക്സാക്ട്ലി യു ഗെറ്റ് ദ ആൻസർ ആസ് എ ബി ചോയ്സ്. അപ്പൊ ഇത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ പ്രധാനപ്പെട്ട റിലേഷനിലേക്ക് വന്നാല് വളരെ ഈസിയോടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. Number 42. The amount of charge flowing per second per unit area. So charge flowing per unit time per unit area, normal to the flow is called. നമുക്കറിയാം charge by time is what? That is nothing but the current flowing per unit area. So current flowing per unit area is nothing but equal to the current density. So that is a simple word, and hence we can take D as the answer. Exactly. Is it legible? Good. Very good. Very good. You get the answer as a D choice. We can move with the question number 43. A good question is waiting here. Look. Two bulbs of equal powers are connected in parallel and they totally consumes 110 watt at 220 volt. The resistance of each bulb is, so that is we need to find it. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, പവേഴ്സ് ഇൻ പാരലൽ വരുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവേഴ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കരുതേ. ഈക്വൽ പവേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ പി പി എന്ന് പറയുന്നത് എൻ ബി ആയിരിക്കും, മറക്കരുത്. എന്നിട്ട് അപ്പൊ ഇവിടെ പറയുന്നത് രണ്ട് ഈക്വൽ പവേഴ്സ് ആണ് അല്ലെ. അപ്പം അത് കൺസ്യൂം ചെയ്യുന്ന പവർ ആണ് 110. അപ്പൊ 2 into P. അപ്പൊ ഇൻഡിവിജ്വൽ പവർ എന്ന് പറയുന്നത് 110 ഡിവിഷൻ ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 55 എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ റെസിസ്റ്റൻസ് ഓഫ് ഓരോ ബൾബാണ്. നിങ്ങൾ മനസ്സിൽ ഓർക്കണേ, നമ്മുടെ ഡെയിലി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഡെയിലി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പാരലൽ ആണ്. അപ്പൊ പാരലൽ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് വരുമ്പോൾ അവിടുത്തെ പവർ എന്ന് പറയുന്നത് എപ്പോഴും V² ഡിവിഷൻ ബൈ R ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഫോർ ദ ബൾബ് എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ സ്ക്വയർ ബൈ അതിന്റെ പവർ അല്ലേ. പവർ നമുക്ക് കിട്ടിയിട്ടില്ലേ, അത് 55 അല്ലേ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 220 സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആൻസർ? Come on everybody. 220 square by 55. So you get the answer as exactly 880 ohm and we get the answer as a D choice. അപ്പൊ കുഞ്ഞുങ്ങളെ മറക്കരുത്, നമ്മുടെ ഡെയിലി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പാരലൽ ആണ്. അപ്പൊ പാരലൽ ആകുമ്പോൾ ആൾവേസ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, യെസ്, പവർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് I²R എന്ന് പറയുന്ന ഫോർമുല അല്ല, V² ബൈ R ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റൂ. We are waiting with a very good question now. നോക്കി, a galvanometer of resistance capital G is converted into an ammeter using a shunt resistance capital R. അപ്പോ നമ്മൾ സാധാരണ ഓർക്കണേ, ഒരു അമീറ്ററിനെ, ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആക്കാൻ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലലോടെ കണക്ട് ചെയ്തു. അതേപോലെ ഗാൽവനോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ ഒരു ഹൈ റെസിസ്റ്റൻസിനെ സീരീസോടെ കണക്ട് ചെയ്തു. ഇത് രണ്ടും എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്, മറക്കരുത്. ഇവിടെ പറയുന്നത് യെസ്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, അമീറ്റർ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ക്യാപിറ്റൽ R ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്നൊരു മെഷർ ചെയ്യേണ്ട ഒരു ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ
ഇവിടെ കൂടെ പോകുന്നത് ഗാൽവനോമീറ്റർ കറണ്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർ ഫുൾ ഡിഫ്ലക്ഷൻ ഫോർ ജി ആൻഡ് ദിസ് കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ മൈനസ് ഐ ജി ആയിരിക്കും. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഇതൊരു പാരലൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് ഈ എ പൊസിഷനും ഈ ബി പൊസിഷനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ അക്രോസ് ജി എന്ന് പറയുന്നതും പൊട്ടൻഷ്യൽ അക്രോസ് ദ ഷണ്ട് റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ഹീറ്റ് ഡിസിപ്പേറ്റഡ് ഇൻ ഗാൽവനോമീറ്റർ ബൈ ദാറ്റ് ആർ ഇൻ ദ റേഷ്യോ 3/4. അപ്പൊ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് വി ആയിട്ട് പോക്കറ്റ് വി ആയിട്ട് നമ്മൾ എടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹീറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് പെർ സെക്കൻഡ് വി സ്ക്വയർ ഡിവിഷൻ ബൈ അവന്റെ റെസിസ്റ്റൻസ് അല്ലേ? സിമ്പിൾ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് റെസിസ്റ്റൻസിന്റെ കേസ് നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ ആയിട്ട് നമുക്ക് പറയാം അല്ലെ? സോ ഒന്ന് ഡിവൈഡ് ചെയ്തേ, അപ്പൊ നമുക്ക് ആർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞു അല്ലെ? ആർ ബൈ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഈക്വൽ ടു യെസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 3/4 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, സി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറിന്റെ വാല്യൂ ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു 3/4 times of capital G. That means exactly, good, very good, you're on the way, and you get the answer as 3/4 yes, G, B as the answer. അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ, കാരണം അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് പാരലൽ ആയിട്ട് മാറുകയാണ്. പാരലൽ ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് I² R ആയിട്ടല്ല യൂസ് ചെയ്യേണ്ടത്. അത് അപ്പൊ സ്വാഭാവികപരമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ യെസ്. സോ ആർ ഈക്വൽ ടു 3/4 times of G, exactly B as the answer. Very good. So we can move with the question number 45. Good question. നല്ല സ്റ്റാർ ഇട്ട് നിങ്ങൾ വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, കാരണം പല ആവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ കീമിനും നീറ്റിനും എല്ലാം ഇതേ ആസ്പെക്ട് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നോക്കൂ ക്വസ്റ്റ്യൻ നമ്പർ 45. The wire of length L is bent into a circular loop of single turn. അപ്പൊ ഒരു L ലെങ്ത് ആണ്, അതിനെ ഒരു R റേഡിയസ് ഉള്ള ഒരു ലൂപ്പായിട്ട് മാറ്റി. It is suspended in a magnetic field B. When a current I is passed through the loop, the maximum torque experienced by it. അപ്പൊ നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ നമുക്ക് M ക്രോസ് B ആയിട്ട് നമുക്ക് പറയാം അല്ലെ? അവിടെ മാക്സിമം എന്ന് പറയുമ്പോൾ MB sin തീറ്റ, തീറ്റ എന്ന് പറയുന്നത് 90 ആയിട്ട് മാറുമ്പോൾ MB ആണ്. M എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു NIA, അത് മറക്കരുത്. അപ്പൊ ഇതാണ് നമുക്ക് മാക്സിമം അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് NIAB. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒറ്റ ലൂപ്പായിട്ടാണ് വരുന്നത് 1 ഇൻറ്റു കറണ്ട് ഇൻറ്റു എന്താണ് ഏരിയ. ഏരിയ എന്ന് പറയുന്നത് R റേഡിയസ് ആണെങ്കിൽ πr² ഇൻറ്റു അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ എല്ലിന്റെ രൂപത്തിലേക്ക് മാറ്റണം അല്ലെ? കാരണം നമ്മുടെ ചോയ്സ് എല്ലാം ആറിലല്ല എല്ലിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എൽ ലെങ്ത് ഉള്ളത് കൃത്യതയോടെ R റേഡിയസ് ആയിട്ട് ഉള്ള ഒരു സർക്കിൾ ആയിട്ട് മാറുമ്പോൾ, ലൂപ്പായിട്ട് മാറുമ്പോൾ അവന്റെ സർക്കംഫറൻസ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. അപ്പൊ ആറിന് പകരമായിട്ട് നമുക്ക് L/2π ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ I ഇൻറ്റു പൈ ഇൻറ്റു L² ഡിവിഷൻ ബൈ 4π² ഇൻറ്റു B ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു പൈ ക്യാൻസൽ ആയി അല്ലെ? അപ്പൊ 1/4π ഇൻറ്റു that B into IL². Yes, exactly. You get the answer as the first choice. Your answer is correct. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. മിക്കവാറും ഒരു ഓൾട്ടർനേറ്റ് ഇയറിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. വീണ്ടും ഒരു സർക്കുലർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ അവന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ റിലേഷൻ ആണ് NIA ആയിട്ട് മാറുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്
ആന്റി ക്ലോക്ക് വൈസ് ആണ് അവിടുത്തെ കറണ്ട് ഫ്ലോ എങ്കിൽ അതൊരു നോർത്ത് പോൾ ആയിട്ട് മാറുന്നതും. അതോടൊപ്പം തന്നെ കീപ്പ് ഇൻ മൈൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മുടെ ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഫ്ലോ വരുന്നതെങ്കിൽ അവിടെ സൗത്ത് പോൾ ആണ് എന്നുള്ള ആസ്പെക്റ്റും മറക്കരുത്. നമ്പർ 46. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വീണ്ടും നമ്മുടെ മോഷൻ ഓഫ് ചാർജസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കം ഓൺ, ട്രൈ ടു ഡു ഇറ്റ്. A particle having charge a particle having charge is electron revolves in a circular path of a radius 0.4 meter with an angular velocity speed of 1 rotation per second. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് 1 rotation per second. The magnetic induction produced at the center of the circular path. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ആ റേഡിയസ് ഉള്ള ഒരു ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ? നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ നോക്കി, നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു എളുപ്പ വഴി ഇങ്ങനെയാണ്. ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അത് സെന്ററുമായിട്ട് മേക്ക് ചെയ്യപ്പെടുന്ന ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത് μ0/4π into that I division by the radius into that angle subtended as theta. അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പ് വരുമ്പോൾ μ0 division/4π into that current division by r into ആംഗിൾ ടോട്ടൽ ആയിട്ട് വരുമ്പോൾ സെന്ററുമായിട്ട് നമുക്ക് 2π ആംഗിൾ നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ റേഡിയസ് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണമെന്നാണ് അർത്ഥം. കറണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ചാർജ് ഡിവിഷൻ ബൈ ദ ടൈം ഹിയർ ദ ടൈം പീരിയഡ്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ചാർജ് ഇ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/t എന്ന് പറയുന്നത് നമുക്ക് എൻ ആയിട്ട് എടുക്കാം, ഫ്രീക്വൻസി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് μ0/4π into that ഐ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇ ഇൻറ്റു എൻ ആയിട്ട് എടുക്കാം ബൈ ആർ ഇൻറ്റു 2π. μ0/4π എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് യു ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു 10 to the power of -7 into 1.6 into 10 to the power of -19 division by 0.4 into n എന്ന് പറയുന്നത് here the frequency it is equal to 1 into 2π. പൈ അതേപടി നിലനിർത്തുന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ കാൽക്കുലേഷൻ നമ്മൾ നടത്തി കഴിയുമ്പോൾ we get the value as 8π into 10 to the power of -25. So you get the answer as exactly, yes, very good, D as the answer. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, സാധാരണ ഒരു സർക്കുലർ കോയിൽ അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് എന്നാണ് ചോദ്യം. പക്ഷെ ഇവിടെ അതിന് പകരമായിട്ട് ഒരു ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ കറണ്ടിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തത്. ഒന്നാമത്തത് ഒരു 2π ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു ആർക്ക് അതിന്റെ സെന്ററിൽ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല അതിവിടെ മൊത്തം ഒരു കോയിൽ ആയതുകൊണ്ട് ഇൻറ്റു 2π ആയിട്ട് എടുത്തു. രണ്ട്, ഈ കൺസെപ്റ്റ് അത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. വെരി ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ കൃത്യതയോടെ ചെയ്യുക. നമ്പർ 47. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഫോളോയിങ്. അപ്പൊ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഒരു മിനിമം ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് തിയറി അറിയാന്നുള്ളവർക്ക് മാത്രമേ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല. EM വേവ്സുമായിട്ട് ബന്ധപ്പെട്ട ചാർജ് ഇൻ മോഷൻ ക്യാൻ എക്സേർട്ട് ഫോഴ്സ് ഓൺ എ സ്റ്റേഷനറി മാഗ്നറ്റ്. അപ്പം ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? അപ്പൊ അവനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ മാഗ്നറ്റിക് കൺസെപ്റ്റുമായിട്ട് ലിങ്ക്ഡ് ആവും. ശരിയാണ്. അടുത്ത് പറയുന്നത് സ്റ്റേഷനറി ചാർജസ് ക്യാൻ എക്സേർട്ട് ടോർക്ക് ഓൺ എ സ്റ്റേഷനറി മാഗ്നറ്റ്. സ്റ്റേഷനറി ചാർജ് വരുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവൂ, അത് കോൺസ്റ്റന്റും ആണ്. അപ്പോ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ അവിടെ ഒരു കാരണവശാലും അവിടെ ടോർക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് 47 എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് സി ചോയ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോയ്സുകളും നിങ്ങൾ വായിക്കുക. ഓർക്കുക, ഇത് കൺസെപ്ച്വലി നമ്മൾ ഗുഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് അബദ്ധം പിണയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യതയോടെ ആ ചോയ്സസ് 1 by 1 ആയിട്ട് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലുക്ക് ദ നമ്പർ. സോ ഡിയർ വൺ, യെസ്, നമ്മൾ വളരെ മനോഹരമായിട്ട് ക്വസ്റ്റ്യൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സജഷൻസ് ചാനലിലൂടെ കമന്റ് ബോക്സിലേക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ സമയക്രമത്തിൽ ഞാൻ ഇതേപോലത്തെ ഒരു സമയമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ സാംസൺ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഫിസിക്സ് അധ്യാപകനാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മുടെ നീറ്റിന് 10ാം റാങ്ക് കിട്ടിയ സ്റ്റുഡന്റിനെയും അതോടൊപ്പം കേരള എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് റാങ്ക് 2 പ്രാവശ്യം കിട്ടിയ വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഈ പാൻഡമിക്കിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ഷെയർ ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യുക, പ്ലീസ് ഷെയർ. So we can go with the next one. Yes, question number 48. A bar magnet has a period of oscillation capital T. If a similar brass piece of the same mass is placed over it, then the number of oscillation, question സൂക്ഷിച്ചു വായിക്കണം കേട്ടോ, number of oscillations it makes in 1 second. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് ബിഹേവിയർ ഓഫ് മാഗ്നറ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ നിന്ന് തീറ്റ ടേൺ ചെയ്താൽ എന്നിട്ട് അവിടെ ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം അവൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുന്നു. ആ മോഷന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഡിപ്പെൻഡ് ചെയ്യുന്നത് I, the moment of inertia, M, the magnetic moment, and B, the magnetic field. ഇത് നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. രണ്ടാമത് പറയുന്നത് എ സിമിലർ ബ്രാസ് പീസ്. ഇപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ മാഗ്നറ്റ് എങ്കിൽ രണ്ടാമത് സിമിലർ ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഉള്ള ഒരു ബ്രാസ് കൂടെ കൊണ്ട് കണക്ട് ചെയ്താൽ അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വ്യത്യാസവും വരില്ല. ആകെപ്പാടെ വ്യത്യാസം വരുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യക്കാണ് അല്ലെ. അപ്പൊ ഇവനൊരു I മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, അവന്റെ ഡയമെൻഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ രൂപത്തിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് M×L² ഡിവിഷൻ ബൈ 12 എന്ന് നമുക്ക് പറയാം അല്ലെ. അത് തന്നെ ആയിരിക്കും മറ്റത്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് അവിടെ I+I ആയിട്ട് നമുക്ക് പറയാം രണ്ടാമത്തെ കേസിൽ. അപ്പൊ 2I ആയിട്ട് എഴുതാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെക്കൻഡ് കേസിലെ ടൈം പീരീഡ് നമുക്ക് എങ്ങനെ എഴുതാം? 2π × √that I എന്ന് പറയുന്നത് അവിടെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? യെസ്, 2I ആയിട്ട് മാറി. ദെൻ എമ്മും ബിയും അവിടെ സെയിം തന്നെയാണ് എന്ന് പറയുമ്പോൾ T' എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് യെസ് ടൈം പീരീഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. പക്ഷെ അതല്ല ചോദ്യമായിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ സെക്കൻഡ്. അതിനെ സാധാരണ രൂപത്തിൽ നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി എന്നാണ് അല്ലെ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം പീരീഡ് അല്ലേ. ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അത് √2 T അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സാക്ട് ആയിട്ട് നമുക്ക് ഏത് ആൻസറിലേക്ക് നമുക്ക് പറയാൻ പറ്റും? എ ആണ് നമ്മുടെ ചോയ്സ് ആയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, റിയലി ഗുഡ്. യെസ് കുഞ്ഞുങ്ങളെ, കൃത്യതയോടെ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, so we can move with the next one. Okay, number 49. If a magnet is plugged into a coil, then the magnitude of induced EMF does not depend on. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് dϕ/dt ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്ന് പറയുമ്പോൾ അത് ഫൈ എന്ന് പറയുന്നത് എന്താണാവോ? ശ്രദ്ധിച്ചു മനസ്സിലാക്കിയേ. ഫൈ എന്താണ്? ഫൈ എന്ന് പറയുന്നത് യെസ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലെ. BA ആണ് അല്ലെ. N ടേൺസ് ഉണ്ടെങ്കിൽ NB ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അതിന്റെ ചോയ്സ് ബൈ ചോയ്സ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചേ.
നമ്പർ ഓഫ് ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ചോദ്യം ഡസ് നോട്ട് ആണ്, മറന്നു പോകരുത്. ദ മീഡിയം ഓഫ് ദ കോർ ഓഫ് ദ കോയിൽ. യെസ്, അപ്പൊ അവിടെ നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നതിന് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇൻസർഷൻ ഓഫ് ദ സ്പീഡ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ലിങ്ക് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ സ്പീഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക് ചെയ്യുന്നത് വ്യത്യാസപ്പെടുന്നു. അപ്പൊ EMF, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. യെസ്, ഷുവർ ആയിട്ടും ഫീൽഡ് ആണല്ലോ ഡിപ്പെൻഡബിൾ ആകുന്നത്. റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് എ നോട്ട് ഡിപ്പെൻഡബിൾ വൺ. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണോ വരുന്നത് അതിന് നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ ആൻസർ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ട് ഈസ് യുവർ ചോയ്സ്? Come on, everybody. Come on. Yes, please give the answer for question number 49. Come on. Quick, everybody. Yes, very good. Yes, the answer. Good, good. So we can go with the question number 50. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് കുഞ്ഞുങ്ങളെ. ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. നമുക്കത് വളരെ വാല്യുബിൾ ആണ്. ഇനി വരുന്ന എക്സാമുകൾക്ക് വളരെ കംഫർട്ട് ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. നോക്കിയേ, സെക്കൻഡ് വോളിയത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റും നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ല സ്കോർ കിട്ടുന്ന ക്വസ്റ്റ്യനുകളാണ് വെയിറ്റ് ചെയ്യുന്നത്. നോക്കിയേ, യെസ്, ഇഫ് 0.1 joule of energy, that is because of the current of 0.2 ampere in an inductor, then the inductance value. അപ്പൊ എനർജി സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് L into I square. അപ്പൊ L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 2 into E division by I square, that is equal to 2 into that energy is 0.1, that division by I square, that is equal to 0.2 square. So 0.2 by 0.2 square. So come on, quick. Yes, 1 by 0.2. So that is equal to, yes, exactly. For question number 50, we can say A as the choice. Very good, very good. Yes. We can move with the question number 51. വളരെ പ്രധാനപ്പെട്ട സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, the self-inductance of a long solenoid carrying current is independent of. പെട്ടെന്ന് ഉത്തരം പറയാൻ ശ്രമിച്ചേ എവരിബഡി. ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ നമുക്ക് ഒരു സാധാരണ ഒരു കോയിലിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡക്റ്റൻസുമായിട്ട് ബന്ധപ്പെടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 n² ഡിവിഷൻ ബൈ L into A. അത് ഒരു പർട്ടിക്കുലർ മീഡിയം ആണെങ്കിൽ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വെച്ചാൽ മ്യൂ എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമുക്ക് എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓരോരോ ചോയ്സുകളായിട്ട് ഒന്ന് നോക്കിയിട്ട് ഏതാണ് അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് ആണേ അത് സൂക്ഷിച്ചോണേ. നമ്മൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ഒരു മാർക്കിംഗ് എപ്പോഴും ഇടുന്നത് നല്ലതായിരിക്കും. കമാൺ, ക്വിക്ക്. ഇറ്റ്സ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറണ്ട്, no, only on the dimensions or the medium under consideration. Then it's a cross sectional area. Good, അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. Magnetic permeability, number of turns. So exactly you get the answer as a B choice. Very good, very good. Number 52. നോക്കൂ, the RMS value of AC, which when passed through a resistor produces a heat which is twice that produced by a steady current of 1.44 ampere in the same resistor. വളരെ ശ്രദ്ധയോടെ നമ്മൾ ബേസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, സി, നമ്മുടെ ആദ്യം RMS കറണ്ട്, സാധാരണ കറണ്ട് I. അപ്പൊ ഇവിടെ പറയുന്നത് the RMS value of AC when passed through a produces heat എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I RMS square into R in a time per second S1, say it should be equal to twice the heat produced by the, so that is equal to I square R എന്ന് നമുക്ക് പറയാം. അപ്പൊ R ക്യാൻസൽ ആയാല്
IRMS സ്ക്വയർ എന്ന് പറയുന്നത് 2 into I സ്ക്വയർ ആയിട്ട് പറയാം. സോ IRMS എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് I ആയിട്ട് പറയാം. ഇവിടെ പറയുന്നത് what is the value for I? That steady current is given as 1.4 on 4. So you just substitute as a √2 into 1.4 on 4. So that you get the value as exactly, yes, 1.99. In order, we can say as 2 ampere. That means A. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേപടി നമ്മൾ എഴുതി. I കറണ്ട് കൊണ്ടുള്ള ഹീറ്റ് പ്രൊഡക്ഷനെ പറ്റി നമ്മൾ ചിന്തിച്ചു. ദാറ്റ്സ് ആൾ. അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ട് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റി. Look the question number 53. In a series LCR AC circuit, the current is maximum when the impedance is equal to. അപ്പോൾ LCR സർക്യൂട്ട് വരുമ്പോൾ കറണ്ട് മാക്സിമം ആകുന്ന കേസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതാണ്? റെസൊണൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ റെസൊണൻസ് വരുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്റ്റൻസും പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റൻസും സെയിം ആകുന്നത് വഴി ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുമ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഒരു LCR സർക്യൂട്ടിലെ √r സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ XL is equal to XC ആകുമ്പോൾ √r സ്ക്വയർ ആയിട്ട് മാറുമ്പോൾ R ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കണേ, ആ സർക്യൂട്ടിലെ കറണ്ട് മാക്സിമം ആകുമ്പോൾ അതൊരു പ്യുവർ റെസിസ്റ്റർ നെറ്റ്വർക്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ we can say the answer as the second choice, the resistance only network. And also keep in mind, നമ്മളൊരു സാധാരണ ഒരു റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ആൻഡ് ദ കറണ്ട് ആർ ഇൻ ഫേസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഡക്ടർ വരുമ്പോൾ ഓർക്കുക, അവിടുത്തെ പൊട്ടൻഷ്യലും കറണ്ടും തമ്മിൽ ദാറ്റ് കറണ്ട് ലാഗ് ദ പൊട്ടൻഷ്യൽ ബൈ പൈ ബൈ 2. കപ്പാസിറ്റൻസ് വരുമ്പോൾ ഓർക്കണേ, കറണ്ട് ലീഡ് ദ പൊട്ടൻഷ്യൽ ബൈ പൈ ബൈ 2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നമ്പർ 54. Gamma rays are detected by. അതിലെ ശ്രദ്ധിക്കണം, NCERT നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റൂ. അത് ഓർക്കാം. സാധാരണ ബോളോമീറ്റർ, തെർമോപൈൽസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഹീറ്റ് റേഡിയേഷൻസ് ആണ് വരുന്നത്. ഫോട്ടോ സെൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ യു വി റേസുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്സ് എന്ന് പറയുമ്പോൾ മൈക്രോവേവ്സ് ആണ് വരുന്നത്. അയോണൈസേഷൻ ചേംബർ ആണ് നമ്മുടെ ഗാമ റൈസ്, അതോടൊപ്പം എക്സ് റൈസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓർക്കുക. സോ വി കൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 55. The detection of electric and magnetic field vectors of a plane electromagnetic wave are along positive y direction. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇലക്ട്രിക് വൈബ്രേഷൻ എന്ന് പറയുന്നത് യെസ് y ഡയറക്ഷനിലാണ്. ആൻഡ് പോസിറ്റീവ് z ഡയറക്ഷൻ യെസ് BZ ആണ്. എങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, മക്കളെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിൽ ഇതാ ഈ വെക്ടർ എപ്പോഴും ഓർക്കണേ. ദാറ്റ് ഈസ് E ക്രോസ് B എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, ഇവനെ വിളിക്കുന്ന പേര് പോയിന്റിംഗ് വെക്ടർ എന്നാണ്. ഈ പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. എന്ന് പറയുന്നത് അത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് E ആൻഡ് B ആയിരിക്കും. എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കേൾ യുവർ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഫ്രം ഇലക്ട്രിക് ഫീൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ഗീവ് ദ ഡയറക്ഷൻ. അത് എക്സാക്ട്ലി വാട്ട് ഈസ് ആൻസർ ഫോർ ദാറ്റ് വൺ? യെസ്, പോസിറ്റീവ് X direction ആയിരിക്കും. സോ D is the answer. Exactly, that is very important. E cross B, so positive X direction. D is the answer. Very good. പലർക്കും ആ ഡയറക്ഷൻ എടുക്കുന്നത് തെറ്റ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വെക്ടർ എപ്പോഴും ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് Y ആണ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ് Z ഡയറക്ഷൻ ആണ്. അപ്പൊ പിന്നെ X ആക്സിസ് മാത്രമേ അവിടെ പോസിബിൾ ആയിട്ട് വരൂ, അത് പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. Then we can go with the next question. The secondary rainbow in the atmosphere. സാധാരണ രൂപത്തില് രണ്ട് ടൈപ്പ് റെയിൻബോ ആണ് വരുന്നത്. ബോട്ടത്തിൽ കാണുന്നത് പ്രൈമറി ആയിരിക്കും. അത് നമ്മുടെ ഐ ആംഗിളുമായിട്ട് എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു ആവറേജ് 42 to 43 ഡിഗ്രി ആയിരിക്കും.
ഒരു സെക്കൻഡറി വരുമ്പോൾ ഒരു 53 ഡിഗ്രി ആംഗിളിൽ കാണുന്നതാണ്. സാധാരണ പ്രൈമറി എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും, നല്ല കളർഫുൾ ആണ്. പക്ഷെ ഈ നമ്മുടെ സെക്കൻഡറി എന്ന് പറയുന്നത് ഫെയിൻഡർ ആണ്. സാധാരണ ഒരു ഡ്രോപ്പിനുള്ളില് മിനിമം 3 പ്രോസസ്സിലൂടെ കടന്നാണ് നമ്മളുടെ പ്രൈമറി റെയിൻബോ വരിക. എന്ന് പറഞ്ഞാൽ 2 റിഫ്രാക്ഷനും 1 റിഫ്ലക്ഷനും. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ സെക്കൻഡറി റെയിൻബോ വരുമ്പോൾ 2 ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും 2 റിഫ്രാക്ഷനും. അപ്പൊ 2 ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, 2 റിഫ്രാക്ഷൻ, ഇത്രയും ചേർന്നതാണ് നമ്മളുടെ സെക്കൻഡറി റെയിൻബോ എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? Come on, everybody, please, what is the correct answer? Exactly, come on. Yes, very good. You get the exact answer as each choice, formed due to 2 reflections in the rain drop. Look the next one. For a diffraction from a single slit, the intensity of the center point is infinite. Infinite, finite and same magnitude as the surrounding maxima. നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണേ, 2 കേസസ് ഞാൻ പറയാം. ഇന്റർഫറൻസുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ ഇന്റൻസിറ്റി വേരിയേഷൻ എടുക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണ്. എന്ന് വെച്ചാൽ സെൻട്രൽ മാക്സിമത്തിന്റെ മാക്സിമം തന്നെയായിരിക്കും ഓരോ സെക്കൻഡറി മാക്സിമത്തിന്റെ കേസും. ബട്ട് ഇറ്റ് ഈസ് ഫോർ ഇന്റർഫറൻസ്. പക്ഷെ ഇവിടെ വേണ്ടത് ഡിഫ്രാക്ഷന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഡിഫ്രാക്ഷന്റെ കൺസെപ്റ്റ് വരുമ്പോൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ മാക്സിമം ആണ്. പിന്നെ അത് ഗോസ് ഓൺ ഡിക്രീസിങ്. യെസ്, ദിസ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, ബട്ട് മച്ച് ലാർജർ ദാൻ ദി സറൗണ്ടിങ് മാക്സിമ. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ട് വി ക്യാൻ സേ യെസ്, സി എസ് ദി ആൻസർ. അപ്പൊ ഇന്റർഫറൻസ് വരുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഡിഫ്രാക്ഷൻ വരുമ്പോൾ I0 ആണ് അതിന്റെ സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി എങ്കിൽ അത് 1/21 ആയിട്ട് കുറയുകയാണ്. അതുകൊണ്ട് തന്നെ യെസ്, സി എസ് ദി കറക്റ്റ് ആൻസർ. ഓർക്കുക, ഫൈനൈറ്റ് ആണ്, ബട്ട് മച്ച് ലാർജർ ദാൻ ദി സറൗണ്ടിങ് മാക്സിമം. സറൗണ്ടിങ് മാക്സിമത്തെക്കാളും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് സി ചോയ്സ് ആൻസറിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്പർ 58. The radius of curvature of a curved surface of a plane convex lens ആണ്. Yes, plane convex lens is 50 centimeter. What is its focal length? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല മറക്കാതെ, നമ്മളെ ഓപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിവിഷൻ ക്ലാസ് ഇന്ന് വൈകുന്നേരം ഉണ്ട്. മറക്കരുത് കുഞ്ഞുങ്ങളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് 1 hourൽ നമുക്ക് റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ വിത്ത് ഇക്വേഷൻ, വിത്ത് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ വളരെ കാര്യമായിട്ട് ആ ഒരു സാഹചര്യം കൂടെ യൂട്ടിലൈസ് ചെയ്യുക ഉറപ്പായിട്ടും. കുഞ്ഞുങ്ങളെ, നമ്മുടെ ലെൻസിന്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/f is equal to yes mu minus 1 into that 1/r1 minus 1/r2. അപ്പൊ ഇതില് ഒരു പ്ലെയിനോ കോൺവെക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നോക്കി, ഇത് R1 ആണ്, ഇത് R2 ആണ്. അപ്പൊ R2 ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നത് കൊണ്ട് നമുക്ക് ഇത് കളഞ്ഞാൽ എഫ് എന്ന് പറയുന്നതിന് R ഡിവിഷൻ ബൈ mu minus 1 എന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് 50 ആണ്. നമ്മുടെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ മീറ്ററിലാണ് തന്നിരിക്കുന്നതുകൊണ്ട് 0.5 ഡിവിഷൻ ബൈ mu minus 1. mu എന്ന് പറയുന്നത് 1.5 minus 1. So that is equal to 0.5 by 0.5. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു for E as the correct choice. So that is very important one. So സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർക്കണേ. ഇനി ഒരു ഷോർട്ട് കട്ട് കൂടെ ഓർക്കണേ, ഇത് പ്ലെയിനോ കോൺകേവിനോ ഇതേപോലെ തന്നെ, പക്ഷെ വിത്ത് മൈനസ് ആണ്. അതിനു പകരം ഇതൊരു ഡബിൾ കോൺവെക്സ് ഈക്വി കോൺവെക്സ് കൺസെപ്റ്റ് ആണെങ്കിൽ അവിടെ R ഡിവിഷൻ ബൈ 2 into mu minus 1 ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. നമ്പർ 59. A good question is waiting. When an object is viewed with a light of wavelength, say lambda 1, it is given as 6000 angstrom. Under a microscope, its resolving power is given as 10 to the power of 4.
The resolving power of the microscope when the same object is viewed with a light of wavelength that is given as 4000 Armstrong. നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരുമ്പോൾ അവിടുത്തെ റിസോൾവിംഗ് ലിമിറ്റ് നമ്മൾ ഡിസ്റ്റൻസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് 1.22 ലാംഡ ഡിവിഷൻ ബൈ 2 mu sin theta. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിസോൾവിംഗ് ലിമിറ്റ് എന്ന് പറയുന്ന ആ മിനിമം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഇൻ ഓർഡർ ടു ക്ലിയർലി ഡിസ്റ്റിങ്ക്റ്റ്ലി വിസിബിൾ ആകാൻ വേണ്ട ആ സെപ്പറേഷൻ, അത് ഏറ്റവും കുറവുള്ളവനാണ് റിസോൾവിംഗ് പവർ കൂടുതലെന്ന് നമ്മൾ പറയാം. അതുകൊണ്ട് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ റിസോൾവിംഗ് ലിമിറ്റ് ആണ്. അതുകൊണ്ട് വി ക്യാൻ സേ ആസ് 2 mu sin theta ഡിവിഷൻ ബൈ 1.22 ലാംഡ. അവിടെ മ്യൂ സൈൻ തീറ്റ എന്ന് പറയുന്നത് മറന്നു പോകരുത്, അപ്പർച്ചർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് ക്ലാരിറ്റിയോടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, ദാറ്റ് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/s ദാറ്റ് വേവ്ലെങ്ത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ RP2 ഡിവിഷൻ ബൈ RP1 എന്ന് പറയുന്നത് λ1 ഡിവിഷൻ ബൈ λ2 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ λ1 ആയിട്ട് പറയുന്നത് 6/6000 ബൈ 4000 ആണ്. 6/4 ആയിട്ട് പറയാം, ദാറ്റ് ഈസ് 3/2. അപ്പോൾ റിസോൾവിംഗ് പവർ ഇൻ ദ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 3/2 times of, that is a very important aspect. It times, we can say that resolving power in the first case, so that is equal to 1.5 into 10 to the power of 4, and for 59 we get the answer as E choice. So resolving power ഓർമ്മയിൽ വെക്കണം. അതൊരു ടെലസ്കോപ്പ് വരുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം that resolving limit is 1.22 lambda division by A. അതുകൊണ്ട് റിസോൾവിംഗ് പവർ ഇൻ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് A ഡിവിഷൻ ബൈ 1.22 ലാംഡ. അവിടെയും റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് വേവ് ലെങ്തുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബട്ട് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്പർച്ചർ. A is nothing but the aperture of the objective lens in the telescope. അതിന്റെ വെൽ എക്സ്പ്ലനേഷൻ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും. നമ്പർ 16. The magnification of an image of a convex lens is positive. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുന്നത് ആർക്കാണ്, നെഗറ്റീവ് ആകുന്നത് ആർക്കാണ്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് വരുമ്പോഴാണ് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആകുക. പോസിറ്റീവ് ആകുക എന്ന് പറയുമ്പോഴത്തേക്കും എറക്റ്റ് ഇമേജ് വരുമ്പോഴാണ്. കോൺവെക്സ് ലെൻസിന് എറക്റ്റ് ഇമേജ് വരുന്നത് ഏത് കേസിലാണ്? എറക്റ്റ് ഇമേജ് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെർച്വൽ ഇമേജ് ഫോർമേഷൻ ആണ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദി ഓപ്റ്റിക് സെന്റർ, എക്സാക്ട് ആയിട്ട് വെർച്വൽ ആയിട്ടുള്ള എറക്റ്റ് ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ഡി ആസ് ദ കറക്റ്റ് ആൻസർ, ദ ബിറ്റ്വീൻ എഫ് ആൻഡ് ദി ഓപ്റ്റിക് സെന്റർ. അപ്പോ നിങ്ങൾ കോൺകേവ് മിററും കോൺവെക്സ് ലെൻസിന്റെയും എക്സാക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നിർബന്ധപൂർവം നിങ്ങളുടെ മനസ്സിലെ ഇതിന്റെ ചാർട്ട്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, ഇമേജ് ഫോർമേഷൻ, അതിന്റെ ലൊക്കേഷൻ, മിറർ ഇക്വേഷൻ, ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. Now we can move with the modern physics. മിനിമം 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് കുഞ്ഞുങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഈ മോഡേൺ ഫിസിക്സ് തുടങ്ങി കമ്മ്യൂണിക്കേഷൻ വരെ 12 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഈ വർഷവും. അതുകൊണ്ട് തന്നെ 2021 നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുക. നോക്കൂ, ദ വർക്ക് ഫങ്ഷൻസ് ഓഫ് ദാറ്റ് 3 photosensitive materials are: 1 as a 1 electron volt, 2 as equal to 2 electron volt, 3 that is equal to 3 electron volt. Then the ratio of respective frequencies of light that produce the photoelectrons of maximum kinetic energy of 1 electron volt. അപ്പൊ നമുക്കറിയാനുള്ള കൺസെപ്റ്റ്, Hnu എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയൽ വന്നു വീഴുന്നതെങ്കിൽ they are used for kinetic energy plus the work function. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3 കേസസിലും സെയിം ആണ്. പക്ഷെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വർക്ക് ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്ന് സിറ്റുവേഷന്റെയും ഈ ഒരു എനർജി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മളൊന്ന് എഴുതിയേ. ഫോർ ദ ഫസ്റ്റ് കേസ് HN1 എന്ന് എഴുതിയാൽ അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ടും വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ടും അല്ലേ? അപ്പോൾ അത് 2 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് കിട്ടിയില്ലേ? രണ്ടാമത്തെ കേസിന്റെ ഫ്രീക്വൻസി ν2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജിയും 1 ഇലക്ട്രോൺ തന്നെയല്ലേ? പക്ഷെ അവിടുത്തെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആയിട്ട് മാറിയില്ലേ? അപ്പോൾ അത് 3 ഇലക്ട്രോൺ വോൾട്ട് എന്നൊരു ആസ്പെക്ട്സിലേക്ക് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ തേർഡ് കേസ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെയും കൈനറ്റിക് എനർജി 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പക്ഷെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് മാറി. നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയുടെ റേഷ്യോ അല്ലേ? സോ hν ഡാഷ് ഈസ് ടു hν2 ഡാഷ് hν3 ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ടു 3 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ടു 4 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് മാറി. That means ν1 is to ν2 is to ν3 എന്ന് പറയുന്നത് we can easily say that is equal to 2 is to 3 is to 4. Exactly, you get that concept as B as the answer. That is very important one. Very good, you are on the way. നമ്മുടെ ഈ മോഡേൺ ഫിസിക്സ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഡ്യുവലിനും അതോടൊപ്പം ന്യൂക്ലിയസിനും ആയിരിക്കണം. അതില് നമ്മുടെ ആറ്റമിക് സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം, പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസും ആ ഏരിയയിൽ നിന്നാണ്. സോ ഡിയർ വൺ എവരിബഡി, യെസ്, കുഞ്ഞുങ്ങളെ നീറ്റ് ബേസ് ചെയ്തൊരു ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സജഷൻസ് എൻ്റെ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ ഇടുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യാനും. ഈ പാൻഡമിക്കിൽ നിങ്ങൾക്കറിയാം, സാധാരണ ഒരു ഓൺലൈനിൽ ഇത് കൂട്ടുതരത്തിലെ പ്രോബ്ലം സോൾവിങ് ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങനെ കിട്ടാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഇപ്പൊ 10ാം ദിവസമാണ് SS ഫിസിക്സ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് എടുക്കുക. അപ്പൊ അത് റിയലി ആ ഒരു പെയിൻ നിങ്ങൾ മനസ്സിലാക്കുക. അത് സാധാരണ കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം കിട്ടാനാണ്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ് ടു. അത് ഷെയർ ചെയ്യാനും നല്ല യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്പർ 62, a neutron in the nucleus during beta emission. ഓരോ ചോയ്സ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മുടെ ന്യൂക്ലിയർ റേഡിയോ ആക്ടിവിറ്റി ആണ് അല്ലെ, ആൽഫ ബീറ്റ ഗാമ. എന്ത് സംഭവിക്കും എന്നുള്ളത് ന്യൂക്ലിയസിന് എന്നുള്ളത് ഓർത്തിരിക്കണേ. അപ്പൊ ഗാമ വരുമ്പോൾ ഓൺലി എനർജി ഡേ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസിട്രോൺ. ആൽഫ എന്ന് പറയുമ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ആണ് സംഭവിക്കുക. ഇനി നോക്കിയേ ഓരോ ചോയ്സ്, നമുക്ക് ഈ ചോയ്സിൽ നിന്ന് ബന്ധപ്പെടുത്തി പോവാം. എ പ്രോട്ടോൺ ഇൻ ദ ന്യൂക്ലിയസ് ഡീക്കേസ് എമിറ്റിംഗ് ആൻ ഇലക്ട്രോൺ. നോ, നോർമലി ഒരു ന്യൂട്രോൺ ആണ് അത് വ്യത്യാസപ്പെടുന്നത് അല്ലെ. യെസ്, പ്രോട്ടോണോ അല്ലെങ്കിൽ ഇലക്ട്രോണോ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ന്യൂട്രിനോ കൂടെയൊക്കെ വരാറുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത്. ഇനി a part of the binding energy of the nucleus is converted into electron. An electron already present within the nucleus. An atomic electron is ejected. So a neutron in the nucleus decays emitting an electron. So that is the concept. So A as the answer. അപ്പൊ ന്യൂക്ലിയസിലെ ഒരു ന്യൂട്രോൺ അത് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കൂട്ടത്തിൽ ന്യൂട്രോണോ കൂടെ ഉണ്ട് ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ട്. അപ്പൊ പ്രോട്ടോൺ അവിടെ തന്നെ നിൽക്കുകയും നമ്മുടെ ഇലക്ട്രോൺ പുറത്തേക്ക് വരികയും ചെയ്യും. നമ്പർ 63, it is weighted with a good question for you. Look, the binding energy per nucleon of oxygen 16 is 7.97 mega electron volt, and that of oxygen 17 is 7.75 mega electron volt. The energy in mega electron volt required to remove a neutron from oxygen 17. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ന്യൂട്രോണിനെ റിമൂവ് ചെയ്യാൻ, അപ്പൊ ഒരു ന്യൂക്ലിയോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട ഹൗ മച്ച് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 817 നിന്ന് ഒരു ന്യൂട്രോണിനെ നമ്മൾ
മാറ്റുക. അപ്പൊ മാറ്റുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ്? 16 ഓക്സിജൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? So we can just find what is the binding energy of that oxygen 17, that is minus the binding energy of oxygen and that 16. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്ന ഈ 17 ന്യൂക്ലിയോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പെർ കേസ് നമുക്ക് തന്നിട്ടുണ്ട് 7.97 അല്ലെ. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് 17 × 7.75 ആണ്. അപ്പൊ 16 ഓക്സിജൻസിന്റെ എന്ന് പറയുന്നത് 16 ന്യൂക്ലിയോൺസ് ഉണ്ട് അല്ലെ. പെർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ 7.75 ആണ്. ഓക്സിജൻ 17 വരുമ്പോൾ 7. The binding energy for oxygen 16 എന്ന് പറയുന്നത് 7.97 ആണ്. Good. അപ്പൊ അതിന്റെ കറക്റ്റ് വാല്യൂ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 131.75 മൈനസ് 127.52 എന്ന് പറയുമ്പോൾ റഫ്ലി യു ഗെറ്റ് ദ വാല്യൂ ആസ് 4.23 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതാണ് in order to remove a neutron from it, you just subtract the binding energy of the parent and the product. അപ്പോൾ ഒരെണ്ണം മാറ്റുന്നതിനെടുത്ത amount of energy നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So you get the value exactly as that C as the choice. So we can move with the question number 64. Another വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The ratio of the radius of the nucleus with the 61 neutrons to that of helium nucleus is, അപ്പം radius of that 1/2 that is given as 3. The atomic number of the nucleus is, അപ്പോൾ ആ ഫസ്റ്റ് കേസിന്റെ ന്യൂക്ലിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മാസ് നമ്പറുമായിട്ടുള്ള ഒരു റിലേഷൻ നമുക്കറിയാം അല്ലെ, റേഡിയസുമായിട്ട്. R എന്ന് പറയുന്നത് R0 × A⁻1/3. ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ദാറ്റ് A⁻1/3 എന്ന് പറയുന്നത് ദാറ്റ് R ഡിവിഷൻ ബൈ R0. സോ A എന്ന് പറയുന്നത് R/R0 the whole raised to that 3 ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് A1/A2 എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കേസസിൽ എടുക്കുമ്പോൾ നമുക്ക് R0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് R1/R2 raised to 3 ആയിട്ട് പറയാം. എന്താണ് R1/R2? ദാറ്റ് ഈസ് 3 ക്യൂബ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 3 ക്യൂബ് 27 ടൈംസ് ഓഫ് ദ സെക്കൻഡ് വൺ. സെക്കൻഡ് വണ്ണിന്റെ ഇത് നമുക്ക് കൃത്യതയോടെ അറിയാം, ആരാ? ഹീലിയം ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും അതിന്റെ He2 4 ആണ് അല്ലെ. അപ്പം A2 എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ 108 ആണ് നമ്മുടെ ന്യൂക്ലിയസിന്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ന്യൂട്രോൺസ് നമുക്ക് 61 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ മാസ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ വരും? മാസ് നമ്പർ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ആറ്റമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് അല്ലെ. അപ്പൊ Z എന്ന് പറയുന്നത് നമുക്ക് A-N എന്ന് എടുത്തൂടെ. അപ്പൊ ഇവിടെ A എന്ന് പറയുന്നത് എന്താണാവോ? നമുക്ക് കിട്ടിയിരിക്കുന്നത് 108 അല്ലേ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര? 61 അല്ലേ. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 47 ആയിട്ട് കിട്ടിയില്ലേ? Come on everybody, very good, you are okay, good, and you are with the answer as nothing but equal to the B choice. അപ്പോൾ നമ്മുടെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന ഒരു ബ്രെയിൻഡ് അംശം പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് വോളിയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ കംഫർട്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. Look the question number 65. The electron density of intrinsic semiconductor at room temperature is 10 to the power of 16. When doped with a trivalent impurity, trivalent വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണേ P type ഉള്ളത്, that electron is decreased to, that is given as is equal to is 10 to the power of 14. The electron density is decreased to 10 to the power of 14. The majority charge carriers, the majority carrier density ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഡിക്രീസ്ഡ്. അപ്പൊ Ne എന്ന് പറയുന്നത്
10 to the power of 14 ആണ്. അപ്പൊ നമ്മുടെ ലോ ഓഫ് മാസ് ആക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ലോ ഓഫ് മാസ് ആക്ഷൻ. അത് പറയുന്നത് NE ഇൻറ്റു NH എന്ന് പറയുന്നത് NI സ്ക്വയറിന് തുല്യമായിരിക്കും. നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ചാർജ് കാരിയേഴ്സിന്റെ സ്ക്വയർ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ പി ടൈപ്പ് ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ വരുമ്പോൾ മറന്നു പോകരുത്, അവിടെ NH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So that is equal to Ni square. So NH is equal to Ni square division by Ne. എന്താണോ Ni എന്ന് പറയുന്നത്? Ni എന്ന് പറയുന്നത് it is given as is equal to 10 to the power of 16 square division by that 10 to the power of 14. So that is equal to 10 to the power of 32 by 10 to the power of 14. So that is equal to 10 to the power of 18. So you get the exact answer as everybody please. Yes, you got the answer as exactly B as the choice. So we can move with the question number 66. Yes. Look, we can go with the next one. In a Zener diode regulated power supply, unregulated DC input of 10 volt is applied. If the resistance R is connected in series with the Zener diode, that is 200 ohm. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സെനർ ഡയോഡുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഓർക്കുക. നമ്മുടെ സാധാരണ രൂപത്തിൽ നമ്മുടെ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടാണ് നമ്മുടെ സെനർ ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. സോ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീരീസ് നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ട് നമ്മുടെ 10 വോൾട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത് ദാറ്റ് കണക്റ്റഡ് സീരീസ് ആയി കണക്ട് ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ഓം ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ദാറ്റ് റെസിസ്റ്റൻസ് സീരീസ് എന്ന് പറയുന്നത് 200 ഓം ആണ്. സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് ഈക്വൽ ടു 5 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ RS എന്താണ്? നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഈ 10 വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മുടെ സെനർ ഡയോഡ് പ്രവർത്തിക്കുന്നത് ഏത് പൊട്ടൻഷ്യലാണ്? ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യലാണ്. ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ വരുമ്പോൾ എല്ലായ്പ്പോഴും അവന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് എക്സാക്ട്ലി നമുക്ക് പറഞ്ഞൂടെ ബാലൻസ് ആയിട്ടുള്ള 10ൽ നിന്ന് ബാലൻസ് ആയിട്ടുള്ള 5 വോൾട്ട് ആണ് വരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? യെസ്, I is equal to അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ നമ്മുടെ സിമ്പിൾ ആയിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരെ. സോ 5/2 that is 2.5 into 10 to the power of -2 എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം 25 into 10 to the power of -3 that is 25 milliampere. You get the exactly the answer as is equal to ഈ ചോയ്സ്. അപ്പൊ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് വരുമ്പോൾ മറന്നു പോകരുത്, ഏത് സർക്യൂട്ട് വരുമ്പോൾ നമ്മളുടെ സെനർ ഡയോഡിന്റെ സർക്യൂട്ട് വരുമ്പോൾ അത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. നമ്പർ 67, the circuit gives the output as thereof. അപ്പൊ ഈ ഒരു സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. A, B, C and the output. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം എക്കും ബിക്കും സിക്കും 0 കൊടുത്താൽ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ള തരത്തിൽ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് 0 ഇത് കൊടുത്താൽ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ് അല്ലെ. ആൻഡ് ഗേറ്റ് വരുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് 0 തന്നെ ആയിരിക്കുമല്ലോ. ഈ ബബിള് കഴിയുമ്പോൾ അത് 1 ആയി മാറില്ലേ. അപ്പൊ ഇവിടെ സിക്ക് നമ്മൾ 0 കൊടുത്തിരിക്കുകയല്ലേ, അതിന്റെ ബബിള് കഴിയുമ്പോൾ അത് 1 ആയി മാറിയില്ലേ. അപ്പൊ 1 1 ഒരുമിച്ച് ചേർന്ന് ഇതൊരു ഓർ ഗേറ്റ് അല്ലേ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ അതേ ഫോർമാറ്റിൽ അടുത്ത കേസ് നോക്കിയേ.
എല്ലാത്തിലും നമുക്ക് 1 1 എന്നൊന്ന് കൊടുത്തു നോക്കിയേ. അപ്പൊ 1 1 നമ്മൾ കൊടുത്താല് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഇവിടെ ഈ ആന്റി ഗേറ്റിന്റെ അവിടെ വരുന്ന സമയത്ത് മറക്കരുത്, അത് ഒരുമിച്ച് 1 ആയി. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് 0 ആയി മാറിയില്ലേ? അപ്പൊ ഇവിടെ നിന്നുള്ള 1 ഇവിടെ നമ്മൾ 1 കൊടുത്തു, അപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ അത് 0 ആയി. ആ 0 ഓർ ഗേറ്റിലൂടെ പോകുമ്പോൾ ഉറപ്പിച്ച് 0 ആയി. ആ 0 അപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കത് 1 ആയി മാറിയില്ലേ? യെസ്, 1 ആയിട്ട് കിട്ടി. അപ്പൊ ഔട്ട്പുട്ട് 1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇനി ഏതെങ്കിലും വ്യത്യാസപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സി, എക്കും ബിക്കും 1 1 വെച്ച് നമ്മളൊന്ന് കൊടുത്തു നോക്കിയേ. 1 1 വെച്ച് കൊടുക്ക്. ഇത് നമുക്ക് 0 ആയിട്ട് തന്നെ നമുക്ക് നിലനിർത്താം. അപ്പൊ 1 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 ആയില്ലേ? ഇത് 0 ആയി. ഇവിടെ നമുക്ക് 0 ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അത് 1 ആയിട്ട് വന്നില്ലേ? 0യും 1ഉം കൂടെ വരുമ്പോൾ അത് 1 ആയില്ലേ? ഔട്ട്പുട്ട് നമുക്ക് 0 ആയിട്ട് വന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ട അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1 1 0 വന്നപ്പോൾ നമുക്ക് 0 തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ വരുമ്പോൾ എക്സാക്ട് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എളുപ്പം വരാം. നമുക്ക് ഫുള്ള് വന്നപ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഉള്ളൂ. ബാക്കി എല്ലാ കേസസിലും നമുക്ക് 0 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എക്സാക്ട് ആയിട്ട് നമുക്ക് ഏത് ചോയ്സ് ആയിട്ട് നമുക്ക് ആൻസർ പറയാം? ഉറപ്പിക്കാം, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ചോയ്സ് ആയിട്ട് പറയാം. ആൻഡ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ആൻഡ് ഓപ്പറേഷനിൽ മാത്രമാണ് എല്ലാ ഇൻപുട്ടുകളും പോസിറ്റീവ് ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുക. മറ്റേത് ഇൻപുട്ട് ഏതെങ്കിലും ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടും 0 ആകുമെന്ന് നമുക്കറിയാം. സോ വി കൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 68. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. കമാൺ ക്വിക്ക്, പെട്ടെന്നാവട്ടെ. നോക്കൂ, ടു ഡിറ്റക്ട് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 500 നാനോമീറ്റർ, the photodiode must be fabricated from a semiconductor having the minimum bandwidth. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ ഫോർബിഡൻ ഗ്യാപ്പിന്റെ വലിപ്പമാണ്, അതിന്റെ എനർജിയാണ് അല്ലെ. എനർജി എന്ന് പറയുന്നത് ജൂളിലാണെങ്കിൽ hc/λ ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ ചോയ്സ് എല്ലാം ഇലക്ട്രോൺ വോൾട്ടിലായതുകൊണ്ട് hc ഡിവിഷൻ ബൈ ഈ ലാംഡ ഇടുക, ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരമായി. h എന്ന് പറയുമ്പോൾ 6.25 × 10 to the power of -34. C എന്ന് പറയുന്നത് 3 × 10 to the power of 8. That division by 1.6 × 10 to the power of -19. That much into the wavelength of 500 × 10 to the power of -9. So പെട്ടെന്ന് സോൾവ് ചെയ്തേ. Come on, quick everybody. You get the value as 2.48 electron volt and exactly the C choice. അപ്പോ ഈ ന്യൂമറേറ്ററിലുള്ളത് എളുപ്പം ചെയ്യാൻ വേണമെങ്കിൽ 2 × 10 to the power of -25 എന്നുള്ള ഒരു ഷോർട്ട് കട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് സാധാരണ രൂപത്തിൽ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരതയോടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് നമുക്ക് ഒരു ആസ്പെക്ട്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ വെരി ഗുഡ്. സോ യു ഗെറ്റ് ദ ആൻസർ as 2.48 electron volt. Good. We can move with the question number 69. The height of TV tower is increased by 21%. The transmission range is enhanced by. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി, എച്ച് ഹൈറ്റ് ഉള്ള ഒരു ടവർ, അത് കാരണം സർഫസിലൂടെ കിട്ടുന്ന റേഞ്ച് ഡി ആണെങ്കിൽ നമുക്കറിയാം ഡി = 2RH. നമുക്ക് വേണ്ടത് പെർസെന്റേജ് ട്രാൻസ്മിഷൻ റേഞ്ച് ആണ്. അപ്പൊ ഇനിഷ്യൽ വാല്യൂ മൈനസ് ഫൈനൽ വാല്യൂ ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ആ റേഞ്ച് എന്ന് പറയുന്നത് വേരിയബിൾ ആയിട്ടുള്ള √h ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ √h1 മൈനസ് √h2 ബൈ √h1 ഇൻറ്റു 100% ആണ് നമ്മുടെ ആൻസർ. അപ്പം ആദ്യത്തെ കേസിൽ h1 ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിലും രണ്ടാമത്തെ കേസില് ആ ഹൈറ്റ് 21% ഇൻക്രീസ്ഡ് ബൈ എന്നാണ് പറയുക. അപ്പൊ h2 എന്ന് പറയുന്നത് h1 21% എന്ന് പറയുമ്പോൾ 0.21 h1 ആഡ് ചെയ്തു. അപ്പൊ h2 എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് നമുക്ക് പറയാം h1 ടൈംസ് 1.21 ആയിട്ട് മാറുകയാണ്. സോ എക്സാക്ട് ആയിട്ട് നമുക്ക് പറയാം √1.21 h1 ആണ് നമുക്ക് h2 ആയിട്ട് മാറുന്നത് into 100%. So √h1 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 മൈനസ് √1.21 എന്ന് പറയുന്നത് 1.1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. That division by 1 into 100%.
1.1 മൈനസ് 1 എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് അത് 0.1 ആയി മാറി. സോ 0.1 into 100%, so that is equal to 10% ആയിട്ട് മാറിക്കഴിഞ്ഞു. That means exactly you get the answer as A. അപ്പൊ എറർ റിലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസ്ഡ് എന്ന് പറയുന്ന ഫാക്ടർ 10% താഴെയാണെങ്കിൽ മാത്രമേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏത്? എറർ റിലേഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറയുന്നത് 1/2 ടൈംസ് ഓഫ് എന്നുള്ള കൺസെപ്റ്റ് കഴിവതും ഈ ഒരു പ്രൊസീജിയർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഓർക്കുക. The question number 17, we are moving on the last part. 2016 രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷനിൽ എന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് മറ്റ് ഇയേഴ്സിൽ എടുക്കുമ്പോൾ 4 ക്വസ്റ്റ്യനും 2020 2 ക്വസ്റ്റ്യനും. അപ്പൊ നമുക്ക് ഈ വർഷവും ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. The range of a communication system can be extended. Come on, give the answer for question number 70. Come on, everybody. Please chat with me. Everybody, please. What is the answer for question number 70? Range, the separation between that transmitter and the receiver can be increased by using repeated towers, and that towers used are called repeaters, and hence we can take E as the answer. A simple question. And we can move with the question number 71. For commercial telephonic communication, the frequency range for speech signals. കുഞ്ഞുങ്ങളെ, പല CBSE സ്റ്റേറ്റ് കുഞ്ഞുങ്ങൾക്കും ബോർഡ് പരീക്ഷയ്ക്ക് ഇതൊരു ചാപ്റ്റർ അല്ലാത്തതുകൊണ്ട് പല കുട്ടികൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ടുമോറോ ഈവനിങ് സെക്ഷൻ ഇറ്റ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. കൃത്യതയോടെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വോയിസ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്നുള്ള സെൻസില് സംസാരത്തിന് വേണ്ടി മാത്രം ഡീൽ ചെയ്യപ്പെടുന്നത് ഓർക്കുക. ടു ടോക്ക് 300 ഹെർട്സ് തുടങ്ങി 3100 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി റേഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു ടോക്ക് എന്ന് പറഞ്ഞാൽ റഫ്ലി 2800 ഹെർട്സ് എന്ന് പറഞ്ഞാൽ റഫ്ലി 5 കിലോ ഹെർട്സിന് താഴെയുള്ള ഫ്രീക്വൻസി മാത്രം. ഈവൻ ദോ ഓഡിബിൾ എന്ന് പറയുന്നത് 20 ഹെർട്സ് തുടങ്ങി 20 കിലോ ഹെർട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും മറന്നു പോകരുത്, ലെസ് ദാൻ 5 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 300 to 3100, and you get the answer as E choice. And we are coming to the last question of the 2016. The role of envelope detector in an AM receiver is Keam. Detector is the main part of demodulator. Demodulator, you know, the purpose of modulator, the modulation, the mixer. That means the low frequency information is mixed with the high frequency carrier wave. That is by using the modulator. But the demodulator retrieving the information from the amplitude modulated wave. So retrieving the information, the message, that is the very important concept. So we can say A as the answer. മെസ്സേജിനെ തിരിച്ചെടുക്കുന്ന പ്രോസസ് ആണ് നമ്മളുടെ ഇൻഫർമേഷൻ, ആൻഡ് വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. സോഡിയോ 1 ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ഫിസിക്സ് പോയിന്റ്സ് ആർ ദെയർ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾ കൃത്യതയോടെ അവസാന വട്ടം നോക്കുന്നതിന് ആ ഒരു പോയിന്റിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കീം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ ലഭ്യമാണ്. അത് 30 വീഡിയോസ് ആയിട്ട് അപ്ലോഡഡ് ആണ്. പ്ലീസ് വാച്ച് ഇറ്റ്. ഇന്ന് വൈകുന്നേരം എക്സാക്ട് 6:30 we can go with the chapter, the very important one, ray optics. So you can stay tuned with SS Physics channel. Zodiac 1, thank you for your support. So we can wait for the coming 3 days programs, but it is restricted to today and tomorrow. Today evening 6:30, tomorrow morning 10 a.m. and evening 6:30. We can complete all the work for Keam physics.
So thank you for your support. Take care. God bless you.